2016 period, our growth rates have slowed down considerably due to many reasons. There are reasons which were beyond our control, many of them, like demonetization, introduction of GST, floods, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ, അതുപോലെ റിട്ടേൺ ഓഫ് മൈഗ്രൻസ് ആഫ്റ്റർ in different waves, especially following the pandemic. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ കേരളത്തിന്റെ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വർദ്ധിപ്പിക്കാതെ, ഞാൻ പലപ്പോഴും ക്ലാസ് റൂമിലൊക്കെ നമ്മുടെ കുട്ടികളോട്, ഞാൻ ഒരു 10-21 വർഷമായിട്ട് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പം കുട്ടികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താണ് വാട്ട് ഡിറ്റർമൈൻസ് ഗ്രോത്ത് എന്ന് ചോദിക്കുമ്പോൾ, എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും PG കഴിയുമ്പോഴും അവർക്കറിയില്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗ്രോത്തിന്റെ ആധാരമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മലയാളികൾക്ക് ഇന്നും വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സോ ഐ തിങ്ക് ഐ ബീൻ കൺസിസ്റ്റന്റ്ലി ആർഗ്യൂയിങ് ഫോർ അട്രാക്ടിങ് മോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കേരള in appropriate sectors. Manufacturing may not be appropriate for Kerala. We need to identify appropriate, suitable service sectors and attract higher investment. അപ്പൊ അതിന് ഒരു പക്ഷെ ഞാൻ കഴിഞ്ഞ ഈ ബജറ്റിന്റെ 2 ദിവസം മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ വി ഹാഡ് റിട്ടൺ എ പീസ് അലോങ് വിത്ത് പ്രൊഫസർ ലേഖ ചക്രബർത്തി ഫ്രം NIPFP ന്യൂഡൽഹി. സോ വി ഹാഡ് ആർഗ്യൂഡ് ദാറ്റ് വി നീഡ് ഗ്രോത്ത് സെന്റേഴ്സ് ഇൻ കേരള. ലൈക്ക് ഈ ഇന്ത്യയിലൊക്കെയുള്ള ഈ ഗ്രോത്ത് സെന്ററുകളുടെ ഒരു എക്കണോമിക്സ്, ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്നൊക്കെയുള്ള ഒരു ആശയം ചൈനയിലെ പല ഈ അത്തരത്തിലുള്ള എക്കണോമിക് സോണുകളുടെ വിജയത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പൊ അതുപോലെ ഒരു എക്കണോമിക്, നമുക്ക് ഇവിടെയും ചെറിയ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസ് കേരളത്തിലുണ്ട്, എങ്കിൽ പോലും അല്പം കൂടി വിപുലമായ രീതിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുന്ന വലിയ എക്സ്പോർട്ട് മാത്രമല്ല, വലിയ ഗ്രോത്ത് സെന്റേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുപോലെ അതിലൂടെയാണ് അഗ്ലോമറേഷൻ ഇക്കോണമീസ് നമുക്ക് അച്ചീവ് ചെയ്യുവാൻ, അതായത് സൈസ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് നമുക്ക് ഇൻക്രീസിങ് റിട്ടേൺസ് കിട്ടുന്ന ഒരു സാഹചര്യം, അതിനാണ് അഗ്ലോമറേഷൻ ഇക്കോണമീസ് എന്ന് പറയുന്നത്. പീപ്പിൾ ഗെറ്റ് അട്രാക്റ്റഡ് ടു സച്ച് പ്ലേസസ് and people move out of places where the opposite is happening. So that is why I started with the voting with the feet, idea of voting with the feet, which is happening in Kerala. So last 2 slides. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ നമ്പേഴ്സിനൊക്കെ പഠിക്കുന്നതും വിശകലനം ചെയ്യുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ക്യാൻ മേക്ക് സം സെൻസ്. പക്ഷെ അതേസമയം അതിനപ്പുറത്തേക്ക് ഈ നമ്പറുകൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതിന് പിറകിലുണ്ട്, സൊസൈറ്റി ഉണ്ട്, ഇക്കോണമി ഉണ്ട്. അതിനെ മനസ്സിലാക്കുവാൻ ഈ നമ്പറുകളിലൂടെ മാത്രം സാധിക്കുകയില്ല. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, മലയാളികൾ കേരളത്തിന് പുറത്തു പോയാൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയാൽ ദേ വർക്ക് വെരി വെൽ, ദേ ആർ വെരി സക്സസ്ഫുൾ. അതിന് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം, ബിക്കോസ് മേ ബി മോർ കോമ്പീറ്റന്റ് പീപ്പിൾ ആർ ഗോയിങ് ഔട്ട്. ബട്ട് അഗെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. യുനോ, സോ ദ സെയിം മലയാളി ക്യാൻ, if the same Malayali can be more productive and perform well outside this system, what is the difference? The difference is the system, the laws, the rules, the way they are enforced, the norms. ഇതൊക്കെയാണ് വ്യത്യാസം. അപ്പൊ അതിൽ നമ്മൾ ഇവിടെ ഇപ്പോഴും നമുക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠനങ്ങൾ നടത്തുവാനും അതിൽ ശ്രദ്ധിക്കുവാനും നമുക്കൊരു പക്ഷേ സാധിക്കുന്നില്ല. സോ ഇൻ എക്കണോമിക്സ് there is one idea called branch called institutional economics, which pays attention to these kind of ideas. So I think such studies are important in Kerala context. And finally, the point is demographic factor, which I started with. Demographic factors, കേരളത്തിൽ ഒരു ഏജിങ് സൊസൈറ്റി ആണ്. നമ്മൾ ഡെമോഗ്രഫിക് ട്രാൻസിഷനിൽ അവസാനത്തെ സ്റ്റേജും കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഘടകങ്ങളെ കണക്കിലെടുക്കാതെയാണ് പലപ്പോഴും നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് ലോകത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഡെമോഗ്രഫിക് ട്രാൻസിഷന്റെ അങ്ങേയറ്റത്തെത്തിയ സമൂഹങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്. where population is not growing, it is very difficult for such economies to grow. Japan is the best example. They stagnate. പക്ഷേ especially because they do not attract labor from other societies as America or the Western European economies do. അപ്പോ അത്തരത്തില് കേരളം ഒരു
ഡെമോഗ്രഫിക്കലി നമുക്കൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതിനെ കണക്കിലെടുത്തുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ഗ്രോത്ത് സെന്റർ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുവാനും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും കൂടുതൽ ടാലന്റിനെ കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോഴൊക്കെ നമ്മളെ അതിൽ പിന്തിരിപ്പിക്കുന്ന പലപ്പോഴും നമുക്ക് ഓൾറെഡി നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ് എന്നൊക്കെയുള്ള ഘടകങ്ങളാണ്. ആൻഡ് ദിസ് ഔട്ട് മൈഗ്രേഷൻ വിച്ച് ഐ സ്റ്റാർട്ടഡ് വിത്ത്, നൗ ഈവൻ യങ്സ്റ്റേഴ്സ് ആർ മൂവിങ് ഔട്ട്, വിച്ച് ഈസ് യുനോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഒരുപാട് സീറ്റുകൾ ഇപ്പോൾ വേക്കൻ്റ് ആണ്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ടുള്ള ആ ട്രെൻഡ് കൂടി കൂടി വരികയാണ്. ഇപ്പൊ എൻ്റെ വീട് തൊടുപുഴയാണ്. അപ്പൊ അവിടെ കോട്ടയം ആ ബെൽറ്റില് ഇപ്പൊ എവിടെയാണ് നമ്മുടെ CMS കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ BSc മാത്സിന്റെ ഒക്കെ BSc മാത്സ് പഠിക്കാൻ പകുതി സീറ്റുകൾ ഫില്ലാവുന്നുള്ളൂ കഴിഞ്ഞ 3-4 വർഷമായിട്ട്. നാട്ടകം ഗവൺമെന്റ് കോളേജിൽ ഐ എം ടോൾഡ് ദാറ്റ് ദർ ഇസ് നോബഡി ഹു എൻറോൾഡ് ഫോർ BSc മാത്തമാറ്റിക്സ് ലാസ്റ്റ് ഇയർ. അതിന് മുമ്പിലത്തെ വർഷം 4 പേരോ മറ്റോ ആണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള കോളേജുകളിൽ പഠിക്കാൻ പോലും കുട്ടികളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ആൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഫിനാൻസിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഗവൺമെന്റ് ഫിനാൻസിലെ മാത്രം പ്രശ്നമല്ല. ദാറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദ പ്രോബ്ലം വിച്ച് ഈസ് ദെയർ ഇൻ ദ എൻറ്റയർ ഇക്കോണമി, എൻറ്റയർ സൊസൈറ്റി. അതിന് നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ട് കണ്ട് പരിഹാരങ്ങൾ തേടിയാൽ മാത്രമേ നമുക്ക് അവയ്ക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിത്ത് ദാറ്റ് ഐ തിങ്ക് ഐ വിൽ സ്റ്റോപ്പ് ആൻഡ് I will join again. Thank you. Thank you, Professor Emmanuel. You data-driven presentation, and then there are a couple of questions were there that we will take it up in the Q&A session. More importantly, voting with your feet and ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ലേമൻ ലാംഗ്വേജിൽ അവതരിപ്പിച്ചു, ഗ്രോത്ത് സെന്റേഴ്സ് എന്നുള്ള ഒരു സൊല്യൂഷൻ ആശയം. ദാറ്റ്സ് ഗുഡ്. സോ നെക്സ്റ്റ് ശ്രീ ഗോപകുമാർ മുകുന്ദനെ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. എന്നോടൊപ്പം ഇവിടെയുള്ള 2 അവതാരകരും ഭിന്നമായിട്ടൊരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. കാരണം മറ്റേത് 2 അക്കാദമിക പണ്ഡിതന്മാരും ഞാനൊരു സാധാരണ സാമൂഹ്യ പ്രവർത്തകനുമാണ്. ഇത് എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിശീലിച്ച വിവരങ്ങളാണ് എനിക്കുള്ളത്. ഇതിനകത്ത് സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ ഞാൻ പ്രാപ്തനല്ല, അത് ആമുഖമായിട്ട് പറയണം. ബട്ട് ഐ മസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഇമ്മാനുവൽ പറഞ്ഞു തുടങ്ങിയ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ പറയുക. കേരളത്തിന്റെ ഒരു ഫിസ്ക്കൽ ഇംബാലൻസ്, അതാണല്ലോ ചർച്ച. സോ കേരള ഇക്കോണമിയുടെ ഒരു പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദി സെമിനാർ. So I would like to confine myself into the fiscal woes of the Kerala government being faced by recently or for some years. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സർക്കാരിന്റെ ധനകാര്യ സ്ഥിതി അത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് വരവുണ്ട്, ചെലവ്. ഈ വരവും ചെലവും തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് ആണല്ലോ പ്രശ്നം. അതാണ് ധനാസന്തുലിത, ഒരു ഫിസ്ക്കൽ ഇംബാലൻസ്. അത് എന്തുകൊണ്ടുണ്ടാവുന്നു, അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് വാസ്തവത്തിൽ ചോദ്യം. അപ്പോ അതിനകത്ത് അദ്ദേഹം 2 സ്ലൈഡുകൾ ഷെയർ ചെയ്യേണ്ടായി. വൺ ഫ്രം 1987 to 2000 അത് എനിക്ക് കാണാമായിരുന്നില്ല. 2018-19 വരെ എനിക്ക് കാണാമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് കാണാമായിരുന്നില്ല. അപ്പോ അത് നോക്കിയിട്ടുള്ളത് 4 കമ്പോണൻസ് ആണ്. 4 കമ്പോണൻസ് നോക്കിയിട്ടുണ്ട്. ഒന്ന്, ഓവറോൾ നമ്മളുടെ റവന്യൂ റെസീറ്റ്സ് ആസ് പെർസെന്റേജ് ഓഫ് GSDP. റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ അകത്ത് 2-3 ഘടകങ്ങളുണ്ട്. അത് കേരളം പിരിക്കുന്ന നികുതി, കേരളം പിരിക്കുന്ന നികുതിയേതര വരുമാനം, സെൻട്രൽ ട്രാൻസ്ഫേഴ്സ്. സെൻട്രൽ ട്രാൻസ്ഫറിനകത്ത് 2 ഉണ്ട്, സെൻട്രൽ ടാക്സ് ഫെയറും സെൻട്രൽ ഗ്രാൻഡ് ഇൻ എയ്ഡും. ഇതാണ് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് വരുന്ന റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റവന്യൂ വരുമാനം മൊത്തത്തിൽ നോക്കുമ്പോൾ ആസ് പെർസെന്റേജ് ഓഫ് GSDP കണ്ടത് നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം 87 ഓൺവേർഡ്സ്. 87 എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. ആ 87 എന്ന വർഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്
from 87, from the later half of the 87, Kerala has become ഒരു വളർച്ചയുള്ള സമൂഹമായിട്ട് മാറി. ഗൗരവമായി വളർച്ച, ഗ്രോത്ത് രേഖപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ട് മാറുന്ന ഒരു സമൂഹമാണ്. അപ്പൊ അവിടുത്തെ നമ്മൾ കണ്ടു, ഇറ്റ് റിമൈൻസ് with all its fluctuations, decline and recovery, it remained at 7% of the GSDP. അതാണ് അത് അന്നും അത് ഇപ്പോഴും അത്. So I would like to add one more point to that thing is that Kerala is better, even though it's very a slight difference, is better than the national average. National average for all the states in India. Apo revenue receipts in the, as percentage of the GSDP, Kerala ranks little bit higher than the national average for all states. That is the one statement. So, ഇതിനകത്തെ ബാക്കിയുള്ള 3 ഘടകങ്ങൾ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതും ഇത് പറയണ്ടായി. വന്നിട്ടുള്ള ഫാൾസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എവിടെയാണ് വരിക? 2 ഘടകങ്ങളിലാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നികുതി വരുമാനം ഗണ്യമായി വർദ്ധിച്ച ഓൺ ടാക്സ് റവന്യൂവിന്റെ കാര്യം. ഓൺ ടാക്സ് റവന്യൂ ഗണ്യമായി വർദ്ധിച്ച വർഷം എന്ന് പറയുന്നത് ഈ ഒരു പാത്തിൽ വളർന്നത് എന്ന് പറയുന്നത് വാറ്റിന്റെ വാല്യൂ ആഡഡ് ടാക്സിന്റെ ഒരു പുഷ്കല കാലത്താണ്. ആ വാല്യൂ ആഡഡ് ടാക്സിന്റെ പുഷ്കല കാലം എന്ന് പറയുന്നത് അതാണ് 2009-10 നിങ്ങൾ കാണുന്ന വലിയൊരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ആനുവൽ ടാക്സ് ഗ്രോത്ത് ഒരു 20% ആയിട്ട് വളർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ്. It started declining with 2 reasons. One reason is നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ Supreme Court has annulled or it has quashed the entry tax statute of the state government, and it has been held that it was unconstitutional. അതുകൊണ്ട് നമുക്കെന്നല്ല, ഇത്തരത്തിൽ കേരളത്തിന്റെ സവിശേഷത കേരളത്തിനകത്തേക്ക് ചരക്കുകൾ പുറത്തുനിന്ന് വരുന്നതാണ്. ആ ചരക്കുകൾ പുറത്തുനിന്ന് വരുന്നതിനോട് നമുക്ക് ഒരു പോയിന്റിലും, ഒരു എൻട്രി പോയിന്റിലും റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു മെഷർ നടത്താൻ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അധികാരമില്ല എന്ന് വരുന്നതോടുകൂടി the VAT started declining. VAT is some kind of GST, value added addition തന്നെയാണ് നടക്കുന്നത്. But it breaks at the border of the states. It breaks at the border of the states. ആ വാസ്തവത്തിൽ GST എന്ന് പറയുന്നത് GST is VAT sans frontiers, sans borders, state frontiers. ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇറ്റ് സ്റ്റാർട്ടഡ് ഡിക്ലൈൻ ചെയ്തതിന് ശേഷം അത് ഒരു ഗവൺമെന്റിന്റെ കാലത്തല്ല, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അത് 2009 ആ കാലം വളർന്നു വരുന്നത് കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലത്താണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഡിക്ലൈനിങ് അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് ഇയർ. അത് കഴിഞ്ഞു അടുത്തൊരു സർക്കാർ വരുമ്പോഴത്തേക്ക് 2011 മുതൽ 16 വരെയുള്ള സർക്കാരിന്റെ കാലത്ത് അത് ആവറേജ് 20% നേരത്തെ ഉണ്ടായിരുന്ന ഒരു 9%, 9.5% ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റേറ്റ് ആയിട്ട് കുറയാണ്. അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് then another LDF government came to power, but they could not recover that much. അതും പറ്റിയില്ല. അതിനു മുമ്പ് ട്രാക്ക് റെക്കോർഡ് ആയിരുന്ന LDF ഗവൺമെന്റിനും പറ്റിയില്ല. ദാറ്റ് മീൻസ് വാറ്റ് എന്ന് പറയുന്ന സമ്പ്രദായത്തിന് ഒരു പ്രശ്നം വന്നിരുന്നു. Anyhow, I am not going to the details of that thing, but the problem is that statement one, Kerala revenue receipts as percentage of GSDP is better or it's comparable to the average for all states. That's fine. And the narrative, to the extent that Kerala is not showing efficiency in tax collection, it's little bit confusing. അങ്ങനെ കഴിയാൻ കഴിയും. ഇതിങ്ങനെ വരുന്നതിന്റെ കാരണം, so some narrative says that it was during the emergency period, the tax GDP ratio was 12%. Okay, ശരിയാണ്, 12% tax GDP ratio ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒന്ന് ഇത് ലീനിയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, അത് എക്കണോമിക്സ് പഠിച്ച ആൾക്കാർ പറയേണ്ട കാര്യമാണ്. 87 ശേഷമുള്ള കേരള എക്കോണമിയുടെ കമ്പോസിഷനകത്ത് ഗണ്യമായിട്ടുള്ള മാറ്റം വന്നു. അതിനകത്ത് വന്നിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ വളർച്ചയുടെ അകത്തൊന്നും നമുക്ക് ടാക്സ് ഡൊമൈൻ ഇല്ല, കേരളത്തിന് ടാക്സ് ഡൊമൈൻ ഇല്ല. എനിഹോ, ഇപ്പൊ പറയുന്നത് മാതിരി കേരളം നികുതിയുടെ അകത്ത് ഇന്ത്യയിൽ ഏറ്റവും മോശമാണ് എന്ന് തെറ്റാണെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ താരതമ്യേന ഭേദവുമാണ് എന്നതാണ് വസ്തുത. പിന്നെന്താ ഫിസ്ക്കൽ, പിന്നെയും പ്രശ്നം എന്താ?
രണ്ടാമത്തെ ഒരു സംഗതി, ഇതെല്ലാം കൂടെ ചേരുന്നതാണല്ലോ, സെൻട്രൽ ട്രാൻസ്ഫർ എല്ലാം കൂടെ ചേരുന്നതാണ്. പിന്നെ എന്താണ് കുറെ പ്രശ്നമുള്ളൂ, നമ്മുടെ റവന്യൂസ്. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്ലൈഡ്. നിങ്ങളുടെ റവന്യൂ റെസീറ്റ്സ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് തികയുന്നുണ്ടോ ഇല്ലെന്നുള്ളത്, ദാറ്റ് മീൻസ് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് എ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, ഐ ഫീൽ ഇറ്റ്സ് ജസ്റ്റ് നമ്പേഴ്സ്. ഈ സെൻട്രൽ ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ റവന്യൂ ഡെഫിസിറ്റ് എത്രയാ? റവന്യൂ ഡെഫിസിറ്റ് 3.2, 3.3 ആണ്. ഇവിടെ 3.2 എന്ന് പറയുന്ന ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോ കഴിഞ്ഞ വർഷം 2022-23 CNDG കണക്ക് വന്നിട്ടുണ്ട്. അത് 0.8% ആണ് റവന്യൂ ഡെഫിസിറ്റ്, കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ്. അല്ലാതെ ആ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഒന്നും ഇപ്പൊ ഒരു വാലിഡിറ്റി ഇല്ല, അതൊക്കെ പോയി. 3.2 എന്നുള്ളതൊന്നും വാലിഡിറ്റി ഇല്ല. അതിപ്പോ 0.8% ആണ് നമ്മുടെ CNDG അക്കൗണ്ട്സ് വന്നിട്ടുള്ളത്. 0.8% ആണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 1%. ദാറ്റ് ഇസ് മച്ച് ബെറ്റർ. അത് നല്ലതാണെന്ന് ചോദിച്ചാൽ ഞാൻ നല്ലതല്ലെന്ന് പറയാം, ഞാൻ നല്ലതല്ല വ്യക്തിപരമായിട്ട് പറയാം. ഇപ്പൊ റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുന്നത്, അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ റവന്യൂ റെസീറ്റ്സ് 3.2 ആണ്. ആൻഡ് ദേ ആഡ് അനദർ കോളം ഇൻ ദെയർ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ദാറ്റ് ഇസ് റവന്യൂ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. വാട്ട് ഇസ് ദ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്? എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അവർ പറയാണ് ഞങ്ങളുടെ നിത്യനിദാന ചെലവിന് ഞങ്ങളുടെ റവന്യൂ വരുമാനം തികയുന്നില്ല, അതാണ് റവന്യൂ ഡെഫിസിറ്റ്. എന്നാൽ ഈ റവന്യൂ ഡെഫിസിറ്റിനകത്ത് ഒരു കണക്കുണ്ട്, ആ ചെലവിനകത്ത് ഒരു കണക്കുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡുകളുണ്ട്. ആ ഗ്രാൻഡ് ഇൻ എയ്ഡുകൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. ആ ഗ്രാൻഡ് ഇൻ എയ്ഡിന്റെ ഒരു പങ്ക് എന്തുള്ളതാണ്? It is meant for it being expended for meeting the capital expenditure. So we ഒരു അനുമാനം എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഇത്രയായിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എന്ന് അനുമാനിച്ച് they arrive at a number that is effective. That means reducing the capital component from the grant in aid provided from the consolidated fund of India and arriving at a number that is effective revenue deficit. The effective revenue deficit, they say that it is 1.2 or 1.5. So going by the same standard, going by the same methodology, if Kerala calculates the revenue deficit of Kerala in the previous year, 2022-23, so we are reducing a considerable amount of the grant in aid as expended for capital expenditure. അങ്ങനെ വന്നാൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കഴിഞ്ഞ തവണ 0.8% ആണെന്ന് പറഞ്ഞ 9,000 കോടി രൂപയായിരുന്നു, 9,000 കോടി രൂപയായിരുന്നു നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്. ആ 9,000 കോടി റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നതിനെ ഈ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്ന കണക്ക് തന്നെ ഞാനൊന്ന് നോക്കുകയാണ്. കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ് പലതും കൊടുത്തിട്ടുണ്ട്. ആ ഗ്രാൻഡ് ഇൻ എയ്ഡിനകത്ത് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് തദ്ദേശ ഭരണ അത് ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് സ്പെൻഡിങ് that much amount for devolution, the local self government, that's what Kerala. നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തത് 12,000 കോടി രൂപയാണ്. ആൻഡ് ഈ വർഷം നമ്മൾ 14,000 കൊടുക്കുന്നത്. അടുത്ത വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 16,000 കോടി രൂപയാണ്. ആ 12,000 കോടി രൂപയിൽ നമുക്കറിയാം പഞ്ചായത്ത് റോഡ് ഉണ്ടാക്കാനും ആശുപത്രി ഉണ്ടാക്കാനും ആണ് ചേർക്കുന്നത്. പഞ്ചായത്തിലെ ആളുകളുടെ ശമ്പളം കൊടുക്കുന്ന ദൗത്യമൊന്നുമല്ല, അത് സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. പഞ്ചായത്ത് അവരുടെ ഓൺ ടാക്സ് റവന്യൂ എന്നാണ് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അതില്ലാത്തതിന് സംസ്ഥാന സർക്കാരിന്റെ മാനേജ്മെന്റ് ഗ്രാന്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരിലെ എല്ലാ ഡെവലപ്മെന്റ് ജീവനക്കാരുടെയും ശമ്പളം, കൃഷി, ആരോഗ്യം, അവരുടെ എല്ലാം ശമ്പളം സർക്കാരാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് മണി, the majority share of the grant in aid provided to the local governments in Kerala is expended on the capital investment, capital formation, maybe small roads, maybe in health, maybe in schools, and many other things. So if we go by the same standard that central government is adopting for arriving at effective revenue deficit, what will happen? The revenue deficit of Kerala in the previous year shall be zero. Because we have given 12,000 rupees to the panchayat. നമ്മൾ 9,000 രൂപ കൊടുത്താൽ മതി നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ്. സോ ദീസ് ആർ ഓൾ നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് നോ, ഇതിന് അത്രയ്ക്ക് വലിയൊരു സാങ്ക്ടിറ്റി ഒന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറയുന്നതിന് അത്ര വലിയ കുഴപ്പമുണ്ട്. ഇനി അതല്ല, ഇക്കണോമിക്സുകാർ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ശരി. ഇപ്പൊ പി ആർ എസിന്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ 3 കൊല്ലക്കാലത്തെ അനാലിസിസ്, പബ്ലിക് ഫിനാൻസിന്റെ അനാലിസിസ് സ്റ്റഡി വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു കൺസിസ്റ്റന്റ് ആയിട്ട് റവന്യൂ ഡെഫിസിറ്റ് വരുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്. ഡെഫിനറ്റ്ലി കേരളം ഈസ് വൺ അമംഗ് ദം. 4-5 സംസ്ഥാനങ്ങൾ പറയുന്നതിനകത്ത് ഒന്നുണ്ട്. അവർ കണക്ക് വെച്ച് കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാവോ? ദിസ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദെയർ ഓൺ ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഈസ് ബാഡ്, but because of the central transfers are declining.
ഓർ അവരുടെ റവന്യൂ റിസോഴ്സിനകത്ത്, അവരുടെ മൊത്തത്തിലുള്ള സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിനകത്ത് എത്രയാണ് സംസ്ഥാനങ്ങളുടെ തനത് വരുമാനം, എത്രയാണ് കേന്ദ്രത്തിന്റെ വരുമാനം എന്നുള്ളതിനകത്ത് കേന്ദ്രത്തിന്റെ പങ്ക് കുറഞ്ഞു വരുന്നതാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഈ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്നതിന്റെ കാരണം എന്ന് ഈ PRSന്റെ പഠനത്തിനകത്ത് ഒരു പ്രത്യേക ബോക്സ് ആയി കൊടുത്തിരിക്കുകയാണ്. സോ ഇത് ഈസ് ജസ്റ്റിഫൈഡ്, ഡെഫിനറ്റ്ലി ജസ്റ്റിഫൈഡ്. വൈ ഷുഡ് ഐ സേ ദാറ്റ്? ഞാനെന്താ അങ്ങനെ പറയുന്നത്? ഒറ്റ കാര്യമുള്ളൂ, സംസ്ഥാനത്തിന്റെ വരുമാനത്തിനകത്ത് രണ്ട് കമ്പോണന്റ്, സംസ്ഥാനം ഭരിക്കുന്നതും കേന്ദ്രം തരുന്നതും. കേന്ദ്രം തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം ഭരണഘടനാ പദ്ധതി പ്രകാരം തരുന്നത്, അത് തമ്മിലുള്ള കമ്പോസിഷൻ എത്രയാണ്? ഓൾ ഇന്ത്യ ആവറേജ് it is 55 for states on collection and 45 central government, union government transaction. ഇതാണ് ആവറേജ്. നമ്മുടേത് എത്രയാണ്? കേരളത്തിൻ്റെത് എത്രയാണ്? കേരളത്തിൽ 2022-23 കണക്കെടുത്തു കഴിഞ്ഞാൽ 21% നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 21%, 22% നൗ ഇത്തവണ ഈ തോതിലാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതെങ്കിൽ ഇറ്റ് ഷാൽ ബി. സോ നവംബർ വരെയുള്ള താൽക്കാലിക കണക്കുകൾ വന്നിട്ടുണ്ട്, ഡിസംബർ വരെയുള്ള താൽക്കാലിക കണക്കുകൾ വന്നിട്ടുണ്ട്. ഡിസംബർ വരെയുള്ള താൽക്കാലിക കണക്കുകൾ കാണിക്കുന്നത് എന്താണ്? 18% ആണ് സെൻട്രൽ ട്രാൻസ്ഫർ. നമ്മളുടെ ഈ സാമ്പത്തിക വർഷത്തെ ഡിസംബർ വരെയുള്ള താൽക്കാലിക AGയുടെ കണക്ക്, സംസ്ഥാന സർക്കാരിന്റെ അല്ല, AGയുടെ ഓഡിറ്റഡ് പ്രൊവിഷണൽ അക്കൗണ്ട്സ് പ്രകാരം 18%. ഞാൻ നിർത്തറായില്ലേ? 18% ആണ് അതിനകത്ത് 18%. ദാറ്റ് മീൻസ് 18% ആസ് അഗൈൻസ്റ്റ് an average for all states, that is 45%, 40%. This is what happening. So the fiscal balance of Kerala is undoubtedly caused by this declining central transfers to Kerala for many reasons. Reasons I cannot go into detail on all aspects of that. But this is the crux of things. ഇത് റവന്യൂ ചെലവ് കൂടാ. And everybody is saying that investing on capital formation, what does it mean? Capital formation in the sense of only physical capital. So what made the Keralites migrate to different countries across the globe? What country? Our earlier investment in education and healthcare and public distribution system, that made the Keralites capable of migrating to the different parts of the world. Human capital is not capital. So this kind of watertight compartmentalization, the expenditure profile, and seeing that Kerala is expending in more bad things is a narrative that negates the historical evidences that Kerala have. ഇതാണ് എന്റെ സംഗതി. ഇത് പറഞ്ഞിട്ട് ഇതിലൂടെ ഞാൻ പറയാം. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് കേരളം ഫിസ്ക്കൽ ഇൻഡിസിപ്ലിന്റെ സംസ്ഥാനമാണ്. കേരളത്തിൽ what kind of fiscal indiscipline Kerala is doing? ഞാനിത് പറഞ്ഞല്ലോ, ഈ റവന്യൂ ഡെഫിസിറ്റിന്റെ കാര്യം പറഞ്ഞു. What is the fiscal deficit previous year? 3%. Everybody is saying that 3% has some sort of sanctity. I don't know. All the economists must say that. What is the sanctity behind this 3% of GSDP for the fiscal deficit? I don't know. If that is if that pure, then why the central government is not following it? Previous year, this year, current year, their fiscal deficit is 5.8. 5.8. That's the conceded number, and they claim that it will be brought down to 5.1 in the coming year. 5.8. And what is the FRBM mandated target? That is 3%. But central government's FRBM legislation has a clause which makes the state connect. So for recording the reason for inflated FD and escaping from the statutory mandate. That is what happening. And Kerala's fiscal deficit during 2020-23 was 2.4. What does it mean? Central government willfully denied the borrowal right of the state government as per the FRBM mandated level. That caused the state government to defer many expenditure previous year
that is causing the fiscal trades in this fiscal. That's the real. Then I would like just one point, that is about the debt. Kerala is debt strained. Why? Kerala is debt strained. So evaluating the macroeconomic stability of a nation, the general government liability is taken into consideration. That is why the IMF has taken such a figure in the 2 months back. What is the general government liability of the state? While we take the general government liability is the outstanding liability of all the governments, union government plus all the state governments. If you take the general government liability in India, 60% of it is the contribution of the union government, and plus 40% is the share of the all the state governments. That's the fact. And if you take what is the share of Kerala's fiscal debt, outstanding liability in the general government liability in the country, if you examine, it is 1.75%. That is less than the total population of the country. That is the state. That is 2.8. How can you say that this is Kerala's debt strained? And the 36% of the GSDP. Please let us kindly under the GSDP യുടെ 36% എന്ന് പറഞ്ഞാൽ നാളെ GSDP വളരെ 36% സോ ഇതിനൊന്നും അത്രയ്ക്ക് ഭയചകിതരാക്കി നാടിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ഇക്കോണമിക്ക് അത്ര നല്ലതല്ല. ഇനി നമ്മള് സോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആൻഡ് ഓൾസോ നമ്മള് കേരളത്തിന്റെ ഡെറ്റ് GSDP റേഷ്യോ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലായിരുന്ന വർഷം എന്ന് പറയുന്നത് ഇറ്റ് വാസ് 2004 അല്ലെങ്കിൽ 2002 to 5 എന്ന് പറയുന്ന ഒരു കാലത്താണ്. ഇറ്റ് വാസ് 4 at one point in 2004 March, I think, while we go to by the RBI statistics, it was 44% of the GST. 44%. What happened to Kerala? We recovered from there. The robust growth of the economy. Recovered and balanced, stabilized at 32-33%. Then when it hiked when the COVID and the pandemic comes. Central government, using the Article 293(3), given the permission to borrow for 0.5 plus 0.5% of them. Kerala made use of that borrowal right. And I see that it was a right step without which Kerala would not have been able to maintain this much growth trajectory. So the narrative that Kerala, but the fiscal strain that the Kerala treasury faces is because of the willful central government ഉപരോധ സമാനമായിട്ടുള്ള സംഗതിയാണ്. I should stop here and I will come back if any. Okay, thank you. Thank you, Sri Gopal. ട്രഡീഷണൽ ഇക്കണോമിക്സ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെഫിസിറ്റും ക്യാപിറ്റലിനെയും വ്യാഖ്യാനിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ലോ സ്റ്റുഡന്റ് ആണ്, എറണാകുളം ലോ കോളേജിൽ പഠിക്കുകയും പിന്നെ ജേർണലിസം പഠിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഗവേണൻസ് മേഖലകളിലും പബ്ലിക് ഡെപ്റ്റിലുമാണ് കൂടുതൽ എക്സ്പീരിയൻസ്. നീ നന്ദുവിനെ വിളിക്കുന്നു, ഇന്നത്തെ മൂന്നാമത്തെ സ്പീക്കർ ആയിട്ടുള്ള നന്ദുവിനെ വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ 3 സ്പീക്കർമാർക്കും കൊടുക്കാം, പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. നന്ദു. നന്ദി. ഞാൻ പറഞ്ഞ കേൾക്കാമോ? ഓക്കെ, താങ്ക് യു. ഞാനും ഒരു പ്രസന്റേഷൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാണ്. ഒരു കഥ പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ഡേറ്റയുടെ സഹായത്തോടെ തന്നെ ഒരു കഥ പറയാനായിട്ടാണ്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ ഇങ്ങനൊരു വേദിയിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഒപ്പവും അതുപോലെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ ഒപ്പവും അതുപോലെ തന്നെ കേരളത്തെ പറ്റി നല്ല പ്രായോഗിക ധാരണയുള്ള വ്യക്തികളുടെ ഒപ്പം സംസാരിക്കാൻ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഭൗമം സോഷ്യൽ ഇനിഷ്യേറ്റീവിന് എൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കിരൺ ചേട്ടൻ വഴിയാണ് ഞാനിവിടെ കണക്ട് ആയത്. സോ ലെറ്റ് മീ ഡയറക്ട്ലി ഗോ ടു ദ ഡിബേറ്റ്. ലൈക്ക് ഇവിടെ പ്രധാനമായിട്ടും ആർഗ്യൂ ചെയ്ത 2 പോയിന്റ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പം, ഒരു ഇമ്മാനുവൽ തോമസ് സാറ് സംസാരിച്ചത്
ഒരു കൺക്ലൂഷൻ സെൻസിൽ ഡെമോഗ്രഫിക് ട്രാൻസിഷന്റെ റിക്വയർമെന്റിനെ പറ്റി സ്ട്രെസ് ചെയ്യുന്നുണ്ടായി. അതേപോലെ ഗോകുമാർ സാർ സംസാരിക്കുമ്പം ഉണ്ടായ ഒരു ഇത്, ഈ ഡേറ്റ, അതായത് നമ്പേഴ്സിൽ ഇത്രയും സാനിറ്റി ഉണ്ടോ, നമ്മൾ അതിൽ വിശ്വസിക്കുന്നതിൽ, അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംസ്ഥാനത്തിനെ ഇത്രയും ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ പ്രധാനമായിട്ട് ഈ പറഞ്ഞ സ്റ്റോറികളെല്ലാം ഇറങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ കണക്കുപരമായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരൊറ്റ സ്റ്റാറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചേഞ്ചിങ് ഫിസിക്കൽ റിലേഷൻസ്, സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള, സംസ്ഥാനങ്ങളും കേന്ദ്ര തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ഡിഫറൻസിലാണ് ഈ ചോദ്യങ്ങളും ചർച്ചകളും എല്ലാം പ്രധാനമായിട്ടും വന്നത്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്നതിൽ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാതെ കിടക്കേണ്ട ഒരു സംസ്ഥാനം മാത്രമായിരുന്നു കേരളം. പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാന കേന്ദ്ര ഭരണത്തിൽ, സാമ്പത്തിക മാറ്റങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ചയിലേക്ക് പ്രധാനമായിട്ടും വഴിതിരിച്ചു വരാനുള്ള കാരണം ഉണ്ടായത്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2016 ശേഷം ഒരു 91 റീഫോംസ് പോലെ നമുക്ക് ഇന്ത്യയിൽ കാണാവുന്ന ഒരു സെറ്റ് ഓഫ് റീഫോംസ് ആണ് 2016 തൊട്ട് ഡിമോണിറ്റൈസേഷൻ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ കണ്ട ഒരു ഇക്കണോമിക് റീഫോംസ് ഇന്ത്യൻ ബ്രോഡ് ഇക്കണോമി സിനേറിയയിൽ. അപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം ഹൂ ഗെറ്റ്സ് വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ 14th ഫൈനാൻസ് കമ്മീഷനും 15th ഫൈനാൻസ് കമ്മീഷനും തമ്മിലുള്ള ക്രൈറ്റീരിയ ഓഫ് ഡെവല്യൂഷന്റെ ഒരു സ്റ്റോറി. സോ ബേസിക്കലി ഈ സ്റ്റോറി ഏത് നറേറ്റീവിൽ ആലോചിച്ചു കഴിഞ്ഞാലും ഇതിലേക്ക് ഒരു പ്രധാനമായിട്ടും പബ്ലിക് ഡെറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് എന്റെ റിസർച്ച്. ഞാൻ പബ്ലിക് ഡെറ്റ് ഇന്ത്യ പോലത്തെ ഒരു സംസ്ഥാനത്തിന്റെ, ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന്റെ പബ്ലിക് ഡെറ്റിനെ കുറച്ചും കൂടെ സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു നേരിട്ടുള്ള ഒരു കണക്കിന്റെ പ്രശ്നത്തിലുപരി ആ ഒരു ഇക്കോണമിയുടെ മൊത്തം സ്ട്രക്ചറിനെ മനസ്സിലാക്കിക്കൊണ്ട് കാണണം എന്നുള്ളൊരു ചർച്ചയിലാണ് ഞാൻ ഈ ഒരു ചർച്ച മുന്നോട്ട് വെക്കുന്നത്, ചോദ്യവും അല്ലെങ്കിൽ ഒരു നറേറ്റീവും മുന്നോട്ട് വെക്കുന്നത്. സോ ബേസിക്കലി ഈ ഒരു പ്രശ്നം, ഈ ഫിസിക്കൽ ഡെവല്യൂഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് ഡെവല്യൂഷനിൽ വന്ന ചർച്ചയിലേക്ക് പ്രധാനമായിട്ടും ചിന്തിക്കുമ്പം നമ്മളിവിടെ പല നറേറ്റീവ് പറയുന്നുണ്ട്. ഈ പോപ്പുലേഷനിൽ വന്ന ചേഞ്ച്, അഥവാ ഡെമോഗ്രഫിക് പെർഫോമൻസ് എന്നും പറഞ്ഞൊരു കമ്പോണന്റിൽ വന്ന ചേഞ്ച്, ഫോറസ്റ്റ് കവറിൽ വരുന്ന ചേഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം പ്രധാനമായിട്ടും ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള ഒരു ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഇക്കോണമി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനമായിട്ടും ഒരു ഇക്കോണമിക്ക് 3 സെക്ടേഴ്സ് ഉണ്ട്. ഒരു അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, ഒരു സർവീസ് സെക്ടർ ഉണ്ട്. ഈ പറഞ്ഞ 3 സെക്ടറിൽ വലിയൊരു മാറ്റം സംഭവിച്ച ഒരു ഡെക്കേഡിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1960s 70s തൊട്ട് 2020 വരെ എടുക്കുന്ന ഈ ഒരു 50 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇതിനിടയിൽ വലിയൊരു ട്രാൻസിഷൻ ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളിലും ഈ ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്, ഇന്ത്യയിലും ഈ ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലത്തെ ചില രാജ്യങ്ങളിൽ നടന്ന ആ ട്രാൻസിഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ വന്ന ഒരു വ്യതിയാനത്തിൽ നിന്നും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഒരു പോളിസി ലെവലിൽ എടുക്കുന്നവരും, അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റുകളിലായാലും, ഈ ഒരു ചർച്ചയോ ഈ ഒരു നറേറ്റീവോ ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു മിസ്സിംഗ് ഫാക്ടറാണ് ഞാൻ ഇവിടെ മുൻപോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചർച്ചയിലെ ഡിബേറ്റിന്റെ ആ ഒരു ഭംഗിക്ക് രണ്ടുപേരും തമ്മിൽ ആർഗ്യൂ ചെയ്യുന്നതിലുപരി പുതിയതായിട്ട് ഒരു പോയിന്റ് മുന്നോട്ട് വെക്കാനാണ് ഞാൻ ഇവിടെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്റെ സ്റ്റോറി തുടങ്ങുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. നമ്മുടെ നാട്ടുകളിൽ ഇപ്പൊ തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോടൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ഈ ഇൻഫോർമൽ ഇക്കോണമി എന്ന്. എക്കണോമിസ്റ്റുകളും എംപ്ലോയ്മെന്റിൽ വർക്ക് ചെയ്യുന്നവരും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഇൻഫോർമൽ ഇക്കോണമി. അഥവാ നമ്മൾ കാണുന്ന തട്ടുകടകൾ, നമ്മൾ കാണുന്ന സാധാ ചന്തകൾ, ഇതെല്ലാമാണ് ഇൻഫോർമൽ ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഇത് ഇൻഫോർമൽ ഇക്കോണമി ആകുന്നത്? ഇൻഫോർമൽ ഇക്കോണമി എന്നാകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇൻഫോർമൽ ഇക്കോണമിയെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. refers to all economic activities by workers and economic units that are in law or in practice not covered or insufficiently covered by formal arrangements. ഫോർമൽ അറേഞ്ച്മെന്റ്സിന്റെ കീഴിൽ നിയമപരമായോ പ്രാക്ടീസ് പരമായോ കടന്നു വരാത്ത എല്ലാ ആക്ടിവിറ്റീസും ഇൻഫോർമൽ ഇക്കോണമിയുടെ ഭാഗമാണ്. ബേസിക്കലി ഒരു ഡേറ്റ സെൻസിൽ ആലോചിച്ച് നോക്കിയാൽ ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ, ഒട്ടുമിക്ക ഡെവലപ്പിംഗ് രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഇൻഫോർമൽ ഇക്കോണമിയാണ്. അതായത് ഫോർമൽ ഇക്കോണമി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യന്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ 82% ഇൻഫോർമൽ ഇക്കോണമി, അതായത് 18% ആക്ച്വലി ഫോർമൽ ഇക്കോണമിയിലുള്ളത്. അപ്പൊ ഈ ഫോർമൽ ഇക്കോണമിയാണ് ആക്ച്വലി നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചറിലും. പബ്ലിക് റവന്യൂ എന്ന് പറയുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഫോർമൽ ഇക്കോണമിയാണ്. പക്ഷെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ വരുമ്പം ഫോർമൽ ഇക്കോണമിയും ഭാഗമാണ്, അറ്റ് ദ സെയിം ടൈം ഇൻഫോർമൽ ഇക്കോണമിയും ഭാഗമാണ്. ഇപ്പൊ ഇൻഫോർമൽ ഇക്കോണമിക്ക് ഭാഗമാകാൻ പറ്റാത്ത പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അവിടെ മിസ്സിംഗ് ലീഡായി ഒന്നാമത് കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇൻഫോർമൽ ഇക്കോണമി ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമൽ ഇക്കോണമിയുടെ സൈസ് വളരെ വലുതാണ്, ഞാനിപ്പോ ഇവിടെ പറഞ്ഞു. അതിലുപരി ഇവിടുത്തെ യൂണിറ്റ്സ് സ്മോൾ ആണ്. അറ്റ് ദ സെയിം ടൈം കമ്പയർഡ് ടു ഫോർമൽ ഇക്കോണമി ഏജൻസ് അൺപ്രൊഡക്റ്റീവും സ്റ്റാഗ്നന്റും ആയി കിടക്കുന്ന ഒരു സെറ്റാണ്. അറ്റ് ദ സെയിം ടൈം പെട്ടെന്ന് ഒരു റെഗുലേഷൻ കൊണ്ടുവന്ന് ഇൻഫോർമൽ ഇക്കോണമി തകർക്കാം അല്ലെങ്കിൽ ഇൻഫോർമൽ ഇക്കോണമി മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അതിനകത്തൊരു എത്തിക്കൽ സെൻസ് പോലെ തന്നെ ലീഗൽ സെൻസിനും ലോ സെൻസിലും പ്രോബ്ലം ഉണ്ട്.
അതുപോലെ തന്നെ ഇൻഫോർമൽ ഫേംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫോമിലാകാൻ തയ്യാറാവുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്ന് ഉരുട്ട് പലതരത്തിലുള്ള എക്കണോമിക് ടേംസുകളുണ്ട്. ഇപ്പൊ നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്യുന്ന ടാക്സ് ഇവേഷൻ, ഷാഡോ ഇക്കോണമി, ഇതെല്ലാം ഈ ഇൻഫോർമൽ ഇക്കോണമിയുടെ ഒരു നറേറ്റീവ്സിൽ നിന്നുള്ള കോൺസെപ്റ്റുകളാണ്. അതുപോലെ തന്നെ ഒരു രാജ്യം വളരും തോറുമാണ് ഇൻഫോർമാലിറ്റി അല്ലെങ്കിൽ ഇൻഫോർമൽ ഇക്കോണമി കുറഞ്ഞു വരുന്നത്. അതിന്റെ അർത്ഥം ഇൻഫോർമൽ ഇക്കോണമി ഇല്ലാണ്ടാവുന്നില്ല. ഇപ്പൊ ഞാനിപ്പം ഇറ്റലി എന്ന് പറഞ്ഞൊരു രാജ്യത്താണ്. സോ പ്രാക്ടിക്കലി എനിക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഇൻഫോർമൽ ഇക്കോണമി ഉണ്ടോ, ഇവിടെ തട്ടുകടകളുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ ഉണ്ട്. പക്ഷെ ഭയങ്കര റിലേറ്റീവ്ലി കുറവാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫോർമൽ ഇക്കോണമി സെറ്റിംഗിൽ ഒരു മാർക്കറ്റ് ഉള്ളത് ബുധനാഴ്ചകളിൽ മാത്രമാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഈ ഒരു പ്രൊവിൻസിൽ ബുധനാഴ്ചകളിൽ മാത്രമാണ്. ബുധനാഴ്ചകളിൽ 4 മണി തൊട്ട്, അതും ഒരു സമയാധിഷ്ഠിതമായി മാത്രം പ്രവർത്തിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഇൻഫോർമൽ ഇക്കണോമിക് സെറ്റിംഗ്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജുകളും കടന്നു വന്നതുകൊണ്ടാണ്. നമ്മൾ ഇന്ത്യ എന്ന രാജ്യം, അതിലുപരി കേരളം എന്ന സംസ്ഥാനം ചിന്തിക്കുമ്പം ഇക്കണോമിക് സെറ്റിംഗ്സ് നമ്മൾ ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്. കേരളം ഒരുപക്ഷെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡീസസിലും ഹ്യൂമൻ സെൻസ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷനിലും എല്ലാ സെൻസിലും നമ്മൾ ഡെവലപ്ഡ് ആവാം. ബട്ട് റിലേറ്റീവ്ലി എക്കണോമിക് സെൻസിൽ ഇപ്പോഴും നമ്മൾ ഡെവലപ്പിംഗ് ഇക്കോണമി ആണെന്നുള്ള ഒരു അക്സെപ്റ്റൻസിൽ വേണം മുന്നോട്ട് പോകാൻ. പ്രധാനമായിട്ട് ഇത് ഇക്കണോമിക്സിന്റെ ഒരു തിയറി പ്രകാരം വരുമ്പോൾ പ്രധാനപ്പെട്ട 2 എക്കണോമിക്സും ഉണ്ട്. ആർതർ ലൂയിസ്, സൈമൺ കുസ്നെറ്റ്സ്. 1954 ആർതർ ലൂയിസും സൈമൺ കുസ്നെറ്റ്സും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. രാജ്യങ്ങൾ വളർച്ചയുടെ പാതകളിൽ കൂടെ പോകുമ്പോൾ അവർ പ്രധാനമായിട്ടും സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് കടന്നു പോകുന്നത്. ആദ്യകാലങ്ങളിൽ അവർ അഗ്രികൾച്ചർ ആയിരിക്കും. അഗ്രികൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി തൊഴിലാളികളുള്ള ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ അഗ്രികൾച്ചർ ട്രാൻസിഷനിൽ നിന്നും നോർമലി ഇക്കോണമി ഇൻഡസ്ട്രിയൽ ട്രാൻസിഷനിലേക്കും അതിനുശേഷമാണ് സർവീസിലേക്കും വരുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിൽ നിന്നും സർവീസിലേക്ക് പോകുന്ന ഒരു ബ്ലാക്ക് ലൈനിങ് ആണ് ബേസിക്കലി ട്രാൻസിഷൻ. പക്ഷെ ഇവിടെ ഒരു വയലറ്റ് ട്രാൻസിഷൻ കാണാം. ഇന്ത്യ പോലത്തെ ഇക്കോണമികളിൽ ആക്ച്വൽ നടന്നേക്കുന്ന ട്രാൻസിഷൻ ഇൻ റിയാലിറ്റി, ഡാറ്റ സെൻസ് ആയിക്കോട്ടെ, റിയാലിറ്റി സെൻസ് ആയിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം, അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്കുള്ള ട്രാൻസിഷൻ പ്രോപ്പറായിട്ട് നടക്കാണ്ട്. അതിനെ നമ്മൾ ഇക്കണോമിക്സിൽ പ്രീമച്വർ ഇൻഡസ്ട്രിയലൈസേഷൻ, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അങ്ങനെ പല കോസസ് ആയിട്ടും പല റീസൺസ് ആയിട്ട് ഡാനി റോഡ്രിക്, ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഉൾപ്പെടുന്ന പല എക്കണോമിസ്റ്റുകൾ, അത് ഏത് നറേറ്റീവ് ആയിക്കോട്ടെ, കെയ്നീഷ്യൻ നറേറ്റീവ് ആയിക്കോട്ടെ, പോസ്റ്റ് കെയ്നീഷ്യൻ ആയിക്കോട്ടെ, മാർക്കറ്റ് നറേറ്റീവ് ആയിക്കോട്ടെ, ഏത് നറേറ്റീവിലുള്ളവർക്കും പറയുന്ന ആർഗ്യുമെന്റ്സ് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. പക്ഷെ ആ സ്റ്റോറി ലൈനിൽ എത്തുന്ന ഒരു കാര്യം, ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ നടന്നേക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ ട്രാൻസിഷനിൽ ഉണ്ടായ വ്യത്യാസം അഗ്രികൾച്ചറിൽ നിന്നും സർവീസിലേക്ക് ജമ്പ് ചെയ്തത് നമ്മൾ ഒരു കാരണവശാലും നോട്ട് ചെയ്യാണ്ട് പോയ ഒരു കാര്യമാണ്. ഈ ഒരു ട്രാൻസിഷനെ, ഈ ഒരു പസിലിനെ നമ്മൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇക്കോണമിയും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള സംസ്ഥാനം എന്ന നിലയിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് എന്റെ മെയിൻ റീസൺ. സോ ബേസിക്കലി ഇതിന്റെ പ്രധാന റീസണിങ് കാരണം പറയാൻ, ഈ പറഞ്ഞ ഇൻഫോർമൽ ഇക്കോണമി കൂടുതലായിട്ടുള്ള ഒരു ഇക്കോണമിയാണ് നമ്മുടെ കേരളവും ഇന്ത്യയും ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശം. അറ്റ് ദ സെയിം ടൈം ഈ ട്രാൻസിഷൻ നടന്നിരിക്കുന്ന അഗ്രികൾച്ചറിൽ നിന്നും കൂടുതലും സർവീസിലേക്കാണ്. ഇപ്പം കേരള ഇക്കണോമിക് റിവ്യൂവിന്റെ 2022 റിപ്പോർട്ട് എടുത്താൽ പോലും നമുക്ക് കാണാം 60% സർവീസ് സെക്ടറിലാണ് നമ്മുടെ GVA, ഗ്രോസ് വാല്യൂ ആഡഡ് ഷെയർസ് നിൽക്കുന്നത്, അല്ലെ കോൺട്രിബ്യൂഷൻ ഓഫ് നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ റിലേറ്റീവ്ലി ഇത്രയും വലിയ ഷെയർ ഉണ്ടായിട്ടും നമുക്ക് എന്തൊക്കെയോ ഈ പറഞ്ഞ റവന്യൂ ഏണിങ്സ് ഹൈ കൂട്ടാൻ സാധിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് എക്സ്പെൻഡിച്ചർ ഉണ്ട് താനും. അപ്പം ഈ പറഞ്ഞ ട്രാൻസിഷനെ അക്കൗണ്ട് ചെയ്യേണ്ട സമയം ആയി. അതായത് ഈ ട്രാൻസിഷനെ അക്കൗണ്ട് ചെയ്യുന്ന രീതിയിൽ കേരളം പോലത്തെ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റങ്ങൾ വരേണ്ട സമയമുണ്ട്. അതിന് ഒരു കേരള ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടി നേരത്തെ ഭരിച്ചതിന്റെ പ്രധാന പ്രശ്നങ്ങൾ മാത്രമാക്കി കാണാതെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോഴും ഡാറ്റാ സെൻസിൽ ആലോചിച്ചാലും അല്ലാണ്ട് ആലോചിച്ചാലും ഗവൺമെന്റുകൾ മാറി വന്ന ഗവൺമെന്റുകൾക്ക് പലതര പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അക്കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൽ ഒതുങ്ങി നിൽക്കാണ്ട് കുറച്ചും കൂടെ മുൻപോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസൽ. അതിനകത്ത് പ്രധാന റീസണിങ് പറയാൻ കാരണം, ഈ ട്രാൻസിഷൻ ഉണ്ടായത് സർവീസ് സെക്ടറിലേക്കാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പ്രൊഡക്ടിവിറ്റി, ഇപ്പം ഇമാനുവൽ സാർ പറഞ്ഞതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറാണ് ആക്ച്വലി ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സിനെ പോലും പിൻപോട്ടും വലിക്കുന്നതും മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഇൻവെസ്റ്റ്മെന്റ്, അതേ ഗ്രോത്തിനെ പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ. പക്ഷെ നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അത് കൈവരിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല, ഇന്ത്യ എന്ന രാജ്യം എന്ന നിലയിലും കേരളം എന്ന സംസ്ഥാനം എന്ന നിലയിലും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ മുൻപ് പറഞ്ഞ ഈ ഒരു ടേബിളിലേക്ക് നമ്മൾ വീണ്ടും മുൻപോട്ട് വരും. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു ടേബിളിലേക്ക് നമ്മൾ പുറകോട്ട് വരികയാണെങ്കിലും ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ടേബിളിൽ ഈ സ്ട്രക്ചറൽ ചേഞ്ച് ആസ്പെക്ട്സിനെ കൺസിഡർ ചെയ്യേണ്ട എലമെന്റ്, ഈ ഒരു സ്ട്രക്ചറൽ ചേഞ്ചിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടൈം ആയിരുന്നു. ആ ഒരു പ്രധാനപ്പെട്ട നറേറ്റീവ് ഇതിൽ കൊണ്ടുവരേണ്ട സമയമായെന്നുള്ള അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളം പോലത്തെ സംസ്ഥാനങ്ങൾ, അഥവാ ട്രാൻസിഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ പറ്റാതെ പോയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സർവീസ് സെക്ടറിലേക്ക് ട്രാൻസിഷൻ കൂടുതൽ നടന്ന, മാനുഫാക്ചറിങ് സെക്ടറിന് പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റാണ്ട് പോയ സംസ്ഥാനങ്ങൾ
ഇതിൽ നിന്നും ഈ ഒരു അക്കൗണ്ടിങ് വഴി കുറേ കൂടെ അഡ്വാൻറ്റേജസ് ആകുന്നു. അതുവഴി കേരളം പോലത്തെ സംസ്ഥാനങ്ങൾ റീപ്പ് ചെയ്യേണ്ട ബെനിഫിറ്റ്സ് കുറച്ചുകൂടെ പബ്ലിക് ഫൈനാൻസ് നെറേറ്റീവിൽ റീപ്പ് ചെയ്യാൻ സാധിക്കുമെന്നും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ഈ സമയം നമ്മൾ ബേസിക്കലി സ്ട്രക്ചറൽ ചേഞ്ചിനെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷനെ മുൻപോട്ട് വെക്കേണ്ട ഒരു സമയമാണ്. അറ്റ് ദ സെയിം ടൈം ഇത് മാത്രമല്ല പ്രശ്നം, നമ്മൾ ഇതൊരു മൾട്ടി ഫെസറ്റഡ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് ഭൗമം എടുത്ത് സെലക്ട് ചെയ്ത ടോപ്പിക്കിന്റെ ടൈറ്റിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊരു കേരളത്തിന്റെ പബ്ലിക് ഡെറ്റ് ഇഷ്യൂ അല്ല, കേരളത്തിന്റെ ഒരു ഫിസിക്കൽ സ്ട്രെസ് ആണ്. പക്ഷേ ഈ സ്ട്രെസ്സിനകത്ത് പല നറേറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഈ പല നറേറ്റീവ്സിനെ ഒരുമിച്ച് അക്കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയൻ. അതിൽ റെമിറ്റൻസ് ഫ്ലോയിൽ വന്ന ഡിക്ലൈൻ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ സ്റ്റുഡന്റ് മൈഗ്രേഷൻ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ കൂടെ ഈ ചാറ്റ് ബോക്സിൽ കൂടെ കടന്നു വരുന്ന ഈ സ്റ്റുഡന്റ് മൈഗ്രേഷൻ, ഞാൻ ഉൾപ്പെടുന്ന സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയുടെ മൈഗ്രേഷൻ, ഈ അതുപോലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഞാൻ വളരെ സങ്കടകരമായിട്ടൊരു കാര്യം പറയാം, ഈ സ്റ്റുഡന്റ് മൈഗ്രേഷനെ പറ്റി സംസാരിക്കുമ്പോഴും നമുക്ക് സ്റ്റുഡന്റ് മൈഗ്രേഷനെ പറ്റി പ്രോപ്പറായിട്ട് ഡേറ്റ ഇല്ല. നമുക്ക് ഉള്ള ഡേറ്റ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും വ്യക്തമായാണ് പറയുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ IIMAD എന്ന് പറഞ്ഞൊരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഉണ്ട്, ഇരുതേജരാജൻ സാറിന്റെ കീഴിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പോലും ഡേറ്റ കളക്ട് ചെയ്തതിൽ നിന്നും ഒരു ലിമിറ്റ് ഉണ്ട്, റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നതിലും എല്ലാത്തിലും എന്തൊക്കെയോ മിസ്സിംഗ് ലീഡ്സ് നമ്മുടെ ഡേറ്റയിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗോകുമാർ സാർ പറഞ്ഞ ഡേറ്റ മാത്രമാണ് എല്ലാം എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഡേറ്റ പലതുമാണെന്ന് ഞാൻ ഉറപ്പായിട്ട് സ്ട്രെസ് ചെയ്യുന്നു. ആ ഡേറ്റ പലതും ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് വളർച്ച കുറയുന്നുണ്ടെങ്കിൽ, അതിലൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ പോരായ്മയായിട്ട് കാണാതെ അതിൽ കുറഞ്ഞത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് മാത്രം സോൾവ് ചെയ്യാനും അതിനെ മാത്രം ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ വളരുന്നതും, നേരെ മറിച്ച് ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ടാക്സ് എക്സംഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ വേണ്ടിയിരുന്ന റവന്യൂ ജനറേഷനിൽ വരുന്ന വ്യത്യാസവും കണക്കിലെടുക്കേണ്ട സമയമുണ്ട്. സോ അതുകൊണ്ട് മൈക്രോ ഡാറ്റയ്ക്ക് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, മൈക്രോ ഫിഗേഴ്സിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ പബ്ലിക് ഫൈനാൻസിൽ ആ സിഗ്നിഫിക്കൻസിൽ കണക്കിലാക്കുമ്പോൾ ഈ പറഞ്ഞ പല പല കാര്യങ്ങളെയും കൂടെ അക്കൗണ്ട് ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ ഫിസിക്കൽ ഡെവല്യൂഷൻ അഥവാ ക്രൈറ്റീരിയ ഓഫ് ഡിറ്റർമൈനിങ് ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് has to be little more evolved by accommodating more factors rather than simply going with the traditional way of understanding public finance narrative. So അത് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലത്തെ മെക്കാനിസം എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഒരു റോഡ് പണിതു എന്നും പറഞ്ഞ് വർക്കാവില്ല. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റീപ്പ് ചെയ്യാൻ ആ റോഡ് യൂസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവണം. അവിടെയാണ് ആ മൈഗ്രേഷന്റെ സിഗ്നിഫിക്കൻസ്. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിനും സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇക്കണോമിക് ലിങ്കേജുകളെ വളർത്തുന്ന ഒരു ഇക്കണോമിക് പോളിസി, ഒരു ഇക്കണോമിക് ഫ്രെയിംവർക്കിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഫിസ്ക്കൽ പോളിസി മൊത്തത്തിൽ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു സമയം ആഗതമായോ എന്ന് ഞാൻ എല്ലാവരോടും ഒരു ചോദ്യമായി മുൻപോട്ട് വെക്കുന്നു. നന്ദി. താങ്ക് യു നന്ദു. ഇൻഫോർമൽ ഇക്കോണമിനെ പ്രത്യേകിച്ചും കേരളത്തിന്റെ കാര്യത്തില് സർവീസ് സെക്ടറിനെ കുറച്ചുകൂടി ഒരു ഫോർമൽ രീതിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നുള്ളതാണ് നന്ദു മുന്നോട്ട് വെച്ചത്. ഇൻട്രസ്റ്റിംഗ്. നമുക്കിനി ഇതുവരെ സംസാരിച്ച സ്പീക്കേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, മറ്റുള്ളവർ പറഞ്ഞതിലേക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് എടുക്കാം. എനിക്ക് 2 പോയിന്റ് എനിക്ക് അതിലൊന്ന് നമ്മൾ ടച്ച് ചെയ്യാതിരുന്ന പോയിന്റ് ഉണ്ട് തോന്നുന്നു. നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് സെൻട്രലിൽ നിന്ന് ഡെവല്യൂഷന്റെ ആ എമൗണ്ടിനെ കുറിച്ചും അതിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അത് 42% ആണ്. അത് റിമൈനിങ് 58%നെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിന്റെ ആ ചെലവഴിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്സിന് കിട്ടുന്നതിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, ആ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. നമ്മള് സെൻട്രലിൽ നിന്ന് ഡെവല്യൂഷൻ കൊടുക്കുന്ന 42%ന്റെ കാര്യം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. റിമൈനിങ് 58% വാട്ട് ഈസ് ഹാപ്പനിങ്, ഈ പറയുന്ന നമ്മുടെ കോണ്ടെക്സ്റ്റിൽ, നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അതിന് ഒന്ന്. രണ്ടാമത്തത് സെസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ കമ്പോണന്റ് വായിക്കുന്നതോടും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ, സൈസിബിൾ പോയിന്റ് ആയി മാറിയുന്നുണ്ട്. ഇൻ കേസ് ഇഫ് എനിബഡി വാണ്ട്സ് ടു ടച്ച് അപ്പോൺ ദ യു കൻ ടച്ച്, അതർവൈസ് ബാക്കിയുള്ളവർ പറഞ്ഞതിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ 2 to 3 minutes each of the speakers after that question and answer. I may comment on this thing. ഒന്ന്, ഈ ഡെവല്യൂഷൻ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു 42 ആണെന്ന് ഇമ്മാനുവൽ സാറല്ലേ പറഞ്ഞു. നേരത്തെ 42 ആയിരുന്നു 40 ഫിനാൻസ് കമ്മീഷൻ. Now it has come down to 41 ആയി. സോ അതിനു മുമ്പ് 42 ആകുന്നതിന് മുമ്പ് it was 36 അല്ലേ, 36. It was a huge jump. But many scholars ഇത് എന്തിന്റെ 32 ആണ്, എന്തിന്റെ 48 ആണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത്
ഗ്രോസ് ടാക്സ് റവന്യൂ, യൂണിയൻ ഗവൺമെന്റ് ഗ്രോസ് ടാക്സ് റവന്യൂവിന്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും കൂടി, എത്ര ശതമാനം യൂണിയൻ ഗവൺമെന്റ് എന്നതാണ് ഈ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്, മേൽക്കീഴായിട്ട് കൊടുക്കുന്നത്. ഇതിന് ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട്, അതിനകത്തേക്ക് ഞാൻ പോവല്ല. പക്ഷെ ഈ ഗ്രോസ് ടാക്സ് റവന്യൂ, ഐ വുഡ് ഈ സൗത്ത് വേഴ്സസ് നോർത്ത്, ഇന്ത്യസ് ഗ്രേറ്റ് ഡിവൈഡ് എന്നിട്ട് നിലാകാന്തൻ എഴുതിയൊരു കൗതുകകരമായ പുസ്തകമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ 41 36 എന്നുള്ളത് 41 അത് ശരി കൂട്ടി. അപ്പൊ പക്ഷെ അവര് ഒരു കാര്യം ചെയ്തു, എന്താണെന്നറിയാമോ? ഈ 100ന്റെ 36 41 ആണല്ലോ ഇത്. ഈ 100 എത്രയാണെന്നുള്ളത് അതങ്ങോട്ട് വെട്ടിക്കുറച്ചു. വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രോസ് ടാക്സ് റവന്യൂ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്ന് പറയുന്നത് I think it is 270. It's 270. 270, Article 270 of the Constitution says that union tax collection, except the cess and surcharges, to be given in the to be put in the divisible pool, and that should be divided among the states and the union government following certain principles. And that principles has to be ascertained and determined by the Finance Commission. That is Article 280 of the Constitution. ഇതാണല്ലോ ചെയ്യുന്നത്. ഈ ഡിവിസബിൾ പൂൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഗ്രോസ് ടാക്സ് റവന്യൂന്റെ സെസ്സും സർചാർജ് ചോദിച്ചുള്ള ഘടകമാണ്. അതെല്ലാം ഡിവിസബിൾ പൂളിൽ വരണം. അത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് വിഭജനം വരിക. 36 42 ആകുമ്പോഴും 42 ഏകദേശം അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും സംഭവിച്ചത് റിയൽ ട്രാൻസ്ഫർ ആസ് പെർസെന്റേജ് ഓഫ് ദി ഗ്രോസ് ടാക്സ് റവന്യൂ ഹാസ് കം ഡൗൺ ഡ്രാസ്റ്റിക്കലി. ഈ കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് വന്നിട്ടുണ്ട് 36% ഉള്ളൂ. 36% ഉള്ളൂ ഗ്രോസ് ടാക്സ് റവന്യൂവിന്റെ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത്? ഗ്രോസ് ടാക്സ് റവന്യൂവിന്റെ ഇങ്ങനെ കൃത്രിമമായി കുറയുന്നതിന്റെ കാരണം സ്റ്റേറ്റുകൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. കുറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഡിവിസബിൾ പൂളിനകത്തേക്ക് വരേണ്ട ഗ്രോസ് ടാക്സ് റവന്യൂവിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. കുറയ്ക്കുന്നത് സെസ്സും സർചാർജ് 10% സെൻട്രൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഗ്രോസ് ടാക്സ് റവന്യൂവില് 10% സെസ്സും സർചാർജ് ഉണ്ടായിരുന്നത് ഒരു ദശാബ്ദക്കാലം മുമ്പ്. ഇപ്പൊ എത്ര ശതമാനം വരും? കഴിഞ്ഞ വർഷം അത് കോമ്പൻസേഷൻ സെസ്സും കൂടെ കണക്കാക്കിയ 28% ആണ്. കോമ്പൻസേഷൻ കഴിച്ചു കഴിഞ്ഞാൽ 21% ഉണ്ട്. അത് ഇത്തവണ 18% ആവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ 28% 4% 5% നമ്മൾ കോമ്പൻസേഷൻ സെസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 20% നേരെ ഇരട്ടിച്ചു. എന്താണ്? ഇതാണ് സെൻട്രൽ ഗവൺമെന്റ് കീശയിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അവര് പിരിക്കുന്ന നികുതിയല്ലേ? നോ, മേജർ ടാക്സ് ഡൊമൈൻസ് ആർ വിത്ത് ദ സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് നോയിങ് ദിസ് ഫാക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ ഷെയറിംഗ്. ഞാൻ അതിനകത്ത് അധികം പോകുന്നില്ല, ഐ മസ്റ്റ് സ്റ്റോപ്പ് ഹിയർ. ബട്ട് ഒറ്റ കാര്യം കൂടി, ഇത് സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ഔദാര്യമല്ല. ഇപ്പം നന്ദു പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞു. നന്ദു പറഞ്ഞു ഈ സർവീസ് സെക്ടർ വന്നു. സർവീസ് സെക്ടറിനകത്തുനിന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞതിന്റെ പോയിന്റ് ഏതാണെന്ന് എനിക്ക് തോന്നുന്നത്, അത് നമുക്ക് വി കുഡ് നോട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ദ ഗെയിൻസ് ഓഫ് ദ എക്സ്ചെക്കർ, സ്റ്റേറ്റ് ട്രഷറി. അതായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല ആ വരുമാനത്തിന്റെ വർധന. നമ്മൾ ഫിസിക്കൽ പോയിന്റ് ഞാൻ പറഞ്ഞത് പബ്ലിക് ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറ്റാത്തത്? സർവീസ് ടാക്സ് ഇതുവരെ നമ്മുടെ കയ്യിലല്ലായിരുന്നു. സർവീസ് ടാക്സ് GST വന്നു. GST വന്നപ്പോഴത്തേക്ക് അതും നമ്മളുടെ നിയന്ത്രണത്തിലല്ല, ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സംഗതിയായി. സോ ഭയങ്കര ഇംബാലൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇത് ഗോപകുമാർ പറഞ്ഞ ഈ സെസ്സിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് സെസ്സിൽ നോൺ ഷെയറബിൾ ആയിട്ടുള്ള കമ്പോണന്റ് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് അതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എല്ലാ സംസ്ഥാനങ്ങളും അത് കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഗൗരവമുള്ള ഇഷ്യൂ തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ അവിടെ ആരോ ചാറ്റ് ബോക്സിലും ചൂണ്ടിക്കാണിച്ചു, കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഫിനാൻസിന്റെ മാത്രം പ്രശ്നമല്ല. ഞാനത് എന്റെ പ്രസന്റേഷനിൽ അത് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് പ്രൊഡ്യൂസിങ് ദിസ്, the processes that produce this outcome in the state finances is what we should be worried about എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ നമുക്കൊരു കേരള മോഡലിനെ ഇന്ന് കേരളത്തിൽ നിന്ന് ഒരു എക്കണോമിക്സിന്റെ ഡോയൻ എന്നറിയപ്പെടുന്ന MA ഉമ്മൻ സാറാണ്.
അപ്പോൾ സാറും ഞാൻ ഒരിക്കലും ഒരേ സെമിനാറിൽ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഈ കേരള മോഡലിനെ അല്പം വിമർശിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ സാർ അതിനെ പൂർണ്ണമായിട്ടും ശരിവെച്ചുകൊണ്ട് അന്ന് കമന്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു കേരള മോഡൽ എന്നൊരു മോഡൽ ഇല്ല, ഇറ്റ് ഈസ് നോട്ട് അങ്ങനെ റെപ്ലിക്കബിൾ, നമ്മൾ ബോധപൂർവം എടുത്ത അങ്ങനെ ഒരു മോഡലായിട്ട് പറയാൻ പറ്റില്ല. കേരള ഹാഡ് സം അഡ്വാൻറ്റേജസ്, വി ഡിഡ് വെൽ, വി വെർ ഏബിൾ ടു അച്ചീവ് വെരി ഹൈ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ബൈ 1980s ഇറ്റ്സെൽഫ്. പക്ഷെ അതിനുശേഷം നമുക്ക് ദിശാബോധം എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ കുറെ ദശാബ്ദങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി തിരിയുകയാണ് എന്ന ഒരു ഇപ്പോഴത്തെ ഒരു തിരിച്ചറിവ് നമ്മുടെ. അപ്പോ ഐ തിങ്ക് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് വി നീഡ് ടു ലുക്ക് അറ്റ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ് ഓൾസോ. ഗവൺമെന്റ് ആണ് ജോലി കൊടുക്കേണ്ടത്, ഗവൺമെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു ആശയം തന്നെ മാറിയിട്ട് ഇപ്പൊ ഇവിടെ ഒരു 5 ലക്ഷം 6 ലക്ഷം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അതിന് പുറമെ എന്താണുള്ളത്, കുറച്ച് ബാങ്കുകള്, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽസ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ദെൻ വി ഹാവ് സം ടെക്നോ പാർക്കൊക്കെ പോലെയുള്ള കുറെ പാർക്കുകളൊക്കെ ഇപ്പോൾ ആയി വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു 25 ലക്ഷം 50 ലക്ഷം ഹൈ എൻഡ് ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഔട്ട് മൈഗ്രേഷൻ. അതിന് നമ്മൾ എന്തുകൊണ്ടാണ് ആൾക്കാർ പുറത്തേക്ക് പോകുന്നതെന്ന് കണ്ടെത്തി അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഒരു സമൂഹം നമ്മുടെ യങ്സ്റ്റേഴ്സിന് നല്ല വിദ്യാഭ്യാസം കിട്ടി അവർക്ക് പുറത്തു പോയി ജോലി അന്വേഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവായിട്ട് പറയാം. എങ്കിൽ പോലും അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ആ സമൂഹം പരാജയപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടില് ജനിച്ച് വിദ്യാഭ്യാസം നേടി അവിടെ ജോലി ചെയ്ത് അവിടെ റിട്ടയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന അതാണല്ലോ ഒരു സസ്റ്റൈനബിൾ സമൂഹം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ജോലി എന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും തന്നെ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അത് അപകടകരമായിട്ടുള്ള ഒരു ചിന്താരീതിയാണ്. അപ്പൊ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കുറച്ച് ഏക്കർ സ്ഥലത്താണ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഇൻ സർവീസസ് സെക്ടർ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മാനുഫാക്ചറിങ്. അപ്പൊ അത് കേരളത്തിനൊക്കെ ചെയ്യാമായിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ തടയുന്ന എന്താണെന്ന് നമുക്ക് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വെൻ ദർ ഈസ് കണ്ടിന്യൂസ് ഔട്ട് മൈഗ്രേഷൻ ഹാപ്പനിങ്, ആൻഡ് ഹൂ ഈസ് ഗോയിങ് ഔട്ട്? The most educated people who are able to go out to not even Gulf nowadays to the advanced economies. അവര് നിരന്തരം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, പിന്നെ ഇപ്പൊ തൃശ്ശൂർ ഒരു യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി ആയിട്ട് തൃശ്ശൂരിനെ ഐഡന്റിഫൈ അല്ല, തൃശ്ശൂർ അപ്ലൈ ചെയ്ത് അതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 3 സ്ഥലങ്ങളാണ്, തൃശ്ശൂരും നിലമ്പൂരും പിന്നെ വാറങ്കലും. അപ്പൊ അതിനെപ്പറ്റി ഒരു സെമിനാർ സെന്റ് തോമസ് കോളേജിൽ വെച്ച് നടന്നു. അപ്പൊ അന്ന് ഇവിടുത്തെ എംപിയും കുറെ ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചപ്പോ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ പ്രോഗ്രാമിൽ കേരളത്തിൽ പഠിക്കണം, തൃശ്ശൂർ പഠിക്കണം, ഇവിടെ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പോഴത്തെ എം പി ചോദിച്ചു, ഇനി ആരെങ്കിലും ഇനി കുറച്ചു പേർക്കൊക്കെ പുറത്തു പോകണമെന്ന് ആരെങ്കിലും ഉണ്ടോ, പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ? എല്ലാ കുട്ടികളും കൈപൊക്കി. അപ്പൊ എല്ലാവർക്കും സി ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. അപ്പൊ അതാണോ ഒരു സസ്റ്റൈനബിൾ സൊസൈറ്റി? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, വോട്ടിംഗ് വിത്ത് ദ ഫീറ്റ്. എ സൊസൈറ്റി വെയർ പീപ്പിൾ ആർ വോട്ടിംഗ് വിത്ത് ദ ഫീറ്റ് ഇസ് എ ഫെയിൽഡ് സൊസൈറ്റി എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പൊ കേരളം വേഗം എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ അത് ഇന്റേണലി അത് പറ്റും. എനിക്കറിയില്ല നമുക്ക് ഇതിന്റെ അകത്ത് അതിനുള്ള ഊർജവും ആശയങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ. അതിന് ഒരുപക്ഷെ NRIസും ഒക്കെ കൂടുതലായിട്ട് ഇടപെടുന്ന രീതിയിലുള്ള ഇതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം. പിന്നെ ഒരുപക്ഷെ മലയാളികൾ ഇപ്പോഴും ചിന്തിക്കുന്നത് സീറോ സം ഗെയിമിലാണ്. മറ്റൊരാളുടെ നഷ്ടമാണ് എന്റെ ലാഭം എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് സംശയമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ പറ്റും, പോസിറ്റീവ് സം ഗെയിംസ് ആർ പോസിബിൾ എന്ന് ഇപ്പോഴും നമുക്കറിയാം. അത് അറിയാവുന്നവരൊക്കെ പുറത്തേക്ക് പോകാൻ തോന്നും. അപ്പൊ സോ വി ആർ ബിക്കമിങ് എ റെസിഡുവൽ സൊസൈറ്റി എന്നും എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ആദ്യം എനിക്ക് ഗോകുമാർ സാർ പറഞ്ഞ ആ പോയിന്റ് ഒന്നുകൂടെ ക്ലാരിറ്റി ആക്കണം. സാർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ടാക്സേഷൻ ഫ്രെയിംവർക്കിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ്. ബേസിക്കലി ടാക്സേഷന്റെ ആ ഒരു ഇതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്.
പക്ഷേ GST പൂർണ്ണമായിട്ട് ജി എസ് ടിക്ക് അതിൻ്റെതായ ഫ്ലോസ് ഉണ്ട്, ഇനീഷ്യൽ ലെവൽ ഇംപ്ലിമെന്റേഷൻ ഫ്ലോ ഉൾപ്പെടെ ഫ്ലോസ് ഉണ്ട്. പക്ഷെ GST വന്നതുകൊണ്ട് സർവീസ് സെക്ടർ കിട്ടേണ്ടത് മൊത്തം പോയി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സർവീസ് സെക്ടർ GST വരുന്നതിന് മുൻപേയും നമ്മൾ ടാപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ടാപ്പ് ചെയ്തിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് തൊട്ട് ഒരു സെറ്റ് ഓഫ് സർവീസ് സെക്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ ടൂറിസം സെക്ടറിൽ പല കാര്യങ്ങളും നമ്മൾ ടാപ്പ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഏറ്റവും സിമ്പിൾ കേസ് പറഞ്ഞാൽ കേരളത്തിലെ KTDC ആണ്. KTDC എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് കേരള ഗവൺമെന്റ് മുൻപോട്ട് വെക്കുമ്പോൾ അതിനൊരു വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ KTDC നമുക്കറിയാം, കേരളത്തിലെ പല KTDC ഈവൻ ആകെ KTDCന്റെ വർക്ക് ആവുന്ന പ്രോപ്പറായിട്ട് റണ്ണിങ് ആവുന്ന പലതും എടുത്തു നോക്കിയാൽ അതിന്റെ പ്രോഫിറ്റ് സെൻസിൽ എടുത്ത് നോക്കിയാൽ, അപ്പൊ ഞാനൊരു പേപ്പറിന് വേണ്ടി അത് ചെയ്തതാണ്, അതിന്റെ ഡേറ്റ നോക്കിയതാണ്. പക്ഷെ ഡേറ്റ 2017 ശേഷം അവൈലബിൾ അല്ല. സോ അതാണ് ഒന്നാമത്തെ കേസ്. പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ഇല്ല. അതിലുപരി KTDCന്റെ അവൈലബിലിറ്റി നോക്കിയ ഒരു ബിയർ വൈൻ ബാറിലുപരി KTDC എന്നുള്ള ബോർഡുകൾ പോലും പലയിടത്തും ഇല്ല. പല ടൂറിസം ആക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്സുകളിൽ KTDC ഇല്ല, പക്ഷെ ആക്റ്റീവ് ടൂറിസം നടക്കാത്തടത്ത് KTDC ഒരു എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് താനും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ ഗവൺമെന്റ് എല്ലാം ഏറ്റെടുത്ത് നടത്തുന്നതിലുപരി കുറെ കൂടെ ഫെസിലിറ്റേറ്റർ ആവുക എന്നുള്ളൊരു, അതാണ് ഇമാനുവൽ സാർ പറഞ്ഞതെന്ന് എനിക്കും കുറച്ചുകൂടി ഉൾക്കൊള്ളുന്നു. ഒരു ഫെസിലിറ്റേറ്റർ റോൾ ആവേണ്ടിടത്ത് ഗവൺമെന്റ് ഫെസിലിറ്റേറ്റർ ആവുക, പ്രൊഡ്യൂസർ റോൾ ആവേണ്ടിടത്ത് പ്രൊഡ്യൂസർ ആവുക. അല്ലാണ്ട് എല്ലാത്തിലും ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കുറച്ച് ഫെസിലിറ്റേറ്റർ റോളിലേക്ക് ഗവൺമെന്റ് ഇറങ്ങുകയും വേണം. എന്നാൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിടത്ത് പ്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യേണ്ടിടത്ത് ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക, പ്രൈവറ്റിനെ പാർട്ണർ ചെയ്യേണ്ടിടത്ത് പാർട്ണർ ചെയ്യാൻ തയ്യാറാവുക, അങ്ങനെ പല കാര്യങ്ങളിലും. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കണ്ടതാണ്, കേരള ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പ്രൈവറ്റൈസിങ് ഒരു മെക്കാനിസം ബിൽഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ നാട്ടില് പൊളിറ്റിക്കൽ കോലാഹലങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായി. സോ അങ്ങനത്തെ ഒരു നറേറ്റീവ് നമ്മൾ കുറെ കൂടെ മറക്കണം. ലൈക്ക് ടു ബി പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ടു ബി പ്രാഗ്മാറ്റിക്. ബിക്കോസ് ഈ പറഞ്ഞ സ്റ്റുഡന്റ് മൈഗ്രേഷൻ, ഒരു സ്റ്റുഡന്റ് എന്നല്ല ഞാൻ പറയാലോ, കുട്ടികൾ കുറെ കൂടെ പ്രാഗ്മാറ്റിക് ആയി. അത്രയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഒരു കോസ് ഓഫ് മൈഗ്രേഷൻ പുഷ് ഫാക്ടേഴ്സ് പുൾ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പണ്ട് മൈഗ്രേഷൻ നടക്കുന്നത് ഒരവസ്ഥ കൊണ്ട് ഇറങ്ങി പോവുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും, അല്ലെങ്കിൽ അറബിക് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് മൈഗ്രേഷനിൽ നമുക്ക് കാണാവുന്ന കുറെ കൂടെ അവിടുത്തെ ജോലി സാധ്യതകൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവിടെ അതുണ്ട്, അതുകൊണ്ട് ഞാൻ പോകണം. പക്ഷെ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഞാൻ പോകണം, ഇവിടെ നിന്ന് സെറ്റ് ആവില്ല. അല്ലെങ്കിൽ ആ മലയാളികളുടെ ഭാഷയിലെ സെറ്റ് എന്നുള്ള വാക്ക് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയെന്ന് ആലോചിച്ചാൽ മതി. കുട്ടികളുടെ ഇടയിലെങ്കിലും ഇവിടെ നിന്ന് സെറ്റ് ആവില്ല എന്നുള്ളൊരു തോട്ടം. അപ്പൊ അതാണ് മാറ്റേണ്ടത്. ആ ഒരു ഇംപ്രഷൻ മാറ്റാൻ ഗവൺമെന്റ് പ്രാഗ്മാറ്റിക് ആയിട്ടും ഫെസിലിറ്റേറ്റർ റോളിലേക്ക് മാറേണ്ട പല സമയമായിട്ടുണ്ട്. അവിടെ ഒരു ഗവൺമെന്റ് വെൽഫെയർ അല്ലാണ്ട് ആവുന്നില്ല. പല വെൽഫെയറിസ്റ്റ് ഗവൺമെന്റിനും പ്രാഗ്മാറ്റിക്കലി ഫെസിലിറ്റേറ്റർ ആയിട്ടുണ്ട്. ആ ഒരു റോളിലേക്ക് ഗവൺമെന്റിന്റെ പോളിസീസും ഫ്രെയിംവർക്കും മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ ടാപ്പ് ചെയ്യാൻ ഇപ്പോഴും കടപ്പുണ്ട്. ടോഡി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ അത് ഗ്ലോബലി അക്ലൈംഡ് ആയി മാറേണ്ട ഒരു മെക്കാനിസം ആയിരുന്നു. അതിൽ നിന്ന് വരുന്ന ടാക്സേഷൻ ബൂസ്റ്റിംഗ് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമുക്കറിയാം പബ്ലിക് ഫൈനാൻസിൽ അതിനെ ഡീമെറിറ്റ് ഗുഡ് എന്ന് വിളിക്കുമെങ്കിലും ഡീമെറിറ്റ് ഗുഡിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ വൺ ഓഫ് ദ ഹയസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ മൊബിലൈസേഷൻ ആണ് ഡീമെറിറ്റ് ഗുഡ്സ് പലപ്പോഴും. അതാണ് റിയാലിറ്റിയിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ആൽക്കഹോൾ ടാക്സേഷൻ പോലത്തെ പല ടാക്സേഷൻ, ഇതെല്ലാം ഡീമെറിറ്റ് ഗുഡ്സ് ആണ് ടെക്സ്റ്റ് ബുക്സിലും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ടെക്സ്റ്റിലെല്ലാം. പക്ഷെ ഇതിന്റെ റവന്യൂ മൊബിലൈസേഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈ ആണ്. അപ്പം പല കാര്യങ്ങളിലും നമ്മൾ പൊളിറ്റിക്കൽ നറേറ്റീവിൽ സിങ്ക് ആയി പോകുന്നത് മാറി ഒരു ഫെസിലിറ്റേറ്ററിലേക്ക് ഗവൺമെന്റ് മാറുകയാണെങ്കിൽ പല റവന്യൂ മൊബിലൈസേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ റവന്യൂ മൊബിലൈസേഷനും എക്സ്പെൻഡിച്ചർ മിനിമൈസേഷനും തമ്മിലാണ്. പക്ഷെ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷനിലുപരി റവന്യൂ മൊബിലൈസേഷൻ വറി ആവേണ്ട ഒരു ടൈം റിയലി ക്രിട്ടിക്കലി ഹൈ ആയിട്ടുണ്ട്. ഇവിടെ എക്സ്പെൻഡിച്ചർ മിനിമൈസ് ചെയ്യേണ്ടത് പല കാര്യങ്ങളും ഉണ്ട്. അത് മിനിമൈസ് ചെയ്യേണ്ടത് മിനിമൈസ് ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം റവന്യൂ മൊബിലൈസേഷനിൽ നമ്മൾ വറി ആവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എക്സ്പെൻഡിച്ചറിനെ പറ്റി അധികം കൺസേൺഡ് ആവേണ്ട ആവശ്യം പിന്നീട് ഒരിക്കലും വരില്ല. ഡെഫിനറ്റ്ലി സെൻട്രൽ ഗവൺമെന്റും ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് പുഷ് ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട്. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഓവർ ദി ഇയേഴ്സ്, റിഗാർഡ്ലെസ് ഓഫ് ദ ഗവൺമെന്റ് ഓവർ ദി ഇയേഴ്സ് ഹാസ് ഡിഡ് സം ഫ്ലോസ് which altogether accumulate at 2023 or 2024, which makes the situation little worrisome rather than a crisis kind of situation. That's what I would say. Okay. എല്ലാ സ്പീക്കേഴ്സിനും നന്ദി. നമ്മളപ്പോ അവരുടെ ഭാഗത്ത് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് കഴിഞ്ഞു. കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ആദ്യം എടുക്കാം. അപ്പൊ അതിട്ട് ഡോക്ടർ ജോയ് മുത്തിപ്പീടിക അവിടെയുണ്ട്, അപ്പോളോയിലെ ന്യൂറോ ഡോക്ടറാണ് അദ്ദേഹം. പ്രൊഫസർ ഇമ്മാനുവലിന് മുമ്പിൽ ചോദിച്ച 2 ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ച് പറയാം. ഒന്ന്, ആദ്യം ചോദിക്കുന്നത് ഈ നമ്പറുകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതൊക്കെ ഈ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പുറത്തു കൊടുക്കുന്ന നമ്പറുകൾ ഫഡ്ജഡ് ആയിരിക്കും, വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ഒന്നാമത്തെ ചോദിച്ചത്. രണ്ടാമത് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരുടെ ശമ്പളമാണ് കേരളത്തിലെ ഇക്കോണമിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഇക്കോണമിസ്റ്റ് പറഞ്ഞു എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ 2 ചോദ്യങ്ങളും പ്രൊഫസർ ഇമ്മാനുവലിനോട് ചോദിച്ചു.
ഓക്കെ. ഐ തിങ്ക് നമ്പേഴ്സിന്റെ പ്രശ്നം ഈ ഫിസിക്കൽ മാർക്സ്മാൻഷിപ്പ് എന്നൊരു ഇഷ്യൂ ഉണ്ട്. അതായത് പുതിയൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ നമ്പറുകൾ പലപ്പോഴും പിറ്റേ വർഷം ആകുമ്പോൾ റിവൈസ്ഡ് ആവാറുണ്ട്. അത് ഇന്ത്യയിൽ നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ 2-3 വർഷം കൊണ്ടാണ് അതിന്റെ ഒരു ഫൈനൽ നമ്പറിലേക്ക് എത്തുന്നത്. ഓഫ് കോഴ്സ് ദർ ആർ ഡൗട്ട്സ് അബൌട്ട് ഇറ്റ്. പലപ്പോഴും ഇപ്പൊ NSS കഴിഞ്ഞ ഒരു സർവേ ഒക്കെ ഡേറ്റ റിലീസ് ആവാതെ വരികയും ഒക്കെ ചെയ്തൊരു കോണ്ടെക്സ്റ്റിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഡേറ്റ വീണ്ടും 11 വർഷത്തിന് ശേഷം ഒരു NSSO കൺസംഷൻ എക്സ്പെൻസ് ഡേറ്റ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ വിശ്വസിക്കുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ തൽക്കാലം. എങ്കിലും നമുക്ക് മറ്റ് വേറെ ഡേറ്റ സോഴ്സുകളും ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ CMIE അല്ലെ നന്ദു, CMIE ഈസ് ദേ ഹാവ് ദെയർ ഓൺ ഡേറ്റാബേസ്. അപ്പൊ അങ്ങനെയുള്ള വേറെ ഓൾട്ടർനേറ്റ് ഡേറ്റാബേസുകളൊക്കെ ഉണ്ടായി വരുന്നത് നമുക്ക് ഒരു ആശ്വാസമാണ്. പക്ഷെ ഗവൺമെന്റിന്റെ ഡേറ്റ പൊതുവെ എനിക്ക് തോന്നുന്നത് വിശ്വസിക്കാവുന്ന ഡേറ്റ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഓഫ് ബജറ്റ് ബോറോയിങ്ങിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അത് ഏകദേശം സോൾവ് ചെയ്തു വന്നു. അപ്പൊ അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ പുറത്തു വരികയും അതിന് പരിഹാരങ്ങൾ, അത് എല്ലാ സമൂഹങ്ങളിലും അങ്ങനെയാണല്ലോ. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദെൻ സെക്കൻഡ് അബൌട്ട് ദിസ് ഗവൺമെന്റ് എംപ്ലോയ്, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇറ്റ്സ് ഈ കേരള മോഡലിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായി വന്നതാണ്. നമ്മൾ കേരളത്തിലെ എഡ്യൂക്കേഷനും ഹെൽത്തിനുമൊക്കെ അങ്ങനെ പ്രധാനപ്പെട്ട സർവീസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായി വന്നപ്പോൾ അത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിട്ടാണ് നമ്മൾ വെക്കാൻ ആഗ്രഹിച്ചത്. അതിനൊരു മാറ്റം വേണമെന്ന് നമ്മൾ കുറെ നാളുകളായിട്ട് കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യമുണ്ട്, ഒരു പറ്റം ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. വിത്ത് സ്റ്റേറ്റ് കൺട്രോൾ, സ്റ്റേറ്റ് ഷുഡ് ബിക്കം എ റെഗുലേറ്റർ എന്നൊക്കെയുള്ള ആശയം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അതിലേക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ല, മാതൃഭൂമിയിൽ എഴുതിയ ആർട്ടിക്കിൾ, അതുപോലെ ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള ഡിസ്കഷനിലൊക്കെ നമ്മൾ റേസ് ചെയ്തൊരു പോയിന്റ് അതാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഐ മീൻ അറ്റ്ലീസ്റ്റ് ഇൻ വൺ സെക്ടർ വിച്ച് ഐ വാസ് റിപ്രസെന്റിങ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ അനുവദിക്കണം. അപ്പോൾ സോ ദാറ്റ് ഈ ഗവൺമെന്റിന്റെ ഇത്രയും വലിയ ബാധ്യത അല്പം കുറയും. ഈ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വമായിട്ട് നിലനിർത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസം അതിന്റെ ബെനിഫിറ്റ്സ് കൂടുതലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണെന്നുള്ളൊരു എക്കണോമിക് ഐഡിയ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ നമുക്ക് അനുവദിച്ചുകൂടാ? ഇവിടെ എന്തുകൊണ്ട് ആയിക്കൂടാ? നമ്മുടെ മലയാളികൾ എല്ലാവരും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ അനുവദിക്കുന്നില്ല? അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ, അപ്പൊ അത് ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറെ വർഷങ്ങളായിട്ട്. പക്ഷെ എന്തോ അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മുമ്പേ അത് പറഞ്ഞൊരു പോയിന്റ്, അതായത് നമുക്ക് 5 ലക്ഷത്തോളം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഒരു വലിയ ബാധ്യത തന്നെയാണ്. പക്ഷെ അവര് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അതേസമയം ബ്യൂറോക്രസി ആൻഡ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആൻഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ് സിസ്റ്റംസ് നീഡ്സ് റിഫോം ഓൾസോ. അത് ഞാൻ ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതി. ഇപ്പൊ ഗവൺമെന്റ് വരുമാനം കൂട്ടാനായിട്ട് ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പെൻഡിച്ചർ സൈഡാണ്. ഗവൺമെന്റ് എഫിഷ്യന്റ് ആയിട്ട് എക്സ്പെൻഡിച്ചർ നടത്തിയാൽ ജനങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ സന്തോഷമുണ്ടാവും. ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്താൽ പീപ്പിൾ വിൽ ബി ഹാപ്പി ടു പേ ദ ടാക്സ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിന്റെ ക്വാളിറ്റി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മള് പണം കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ഈ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ എന്തോരം പൈസ ഇടുന്നത്. അതേസമയം ഗവൺമെന്റിന് കൊടുക്കാനാണ് ആൾക്കാർക്ക് മടി. കാരണം വൈ? ബിക്കോസ് ദേ ആർ ഡൗട്ട്ഫുൾ അബൌട്ട് ഹൗ ഗവൺമെന്റ് ഇസ് ഗോയിങ് ടു സ്പെൻഡ് ദ മണി. അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്ന പണത്തിന്റെ പൈസ തിരിച്ചു കിട്ടും, അതിന്റെ സർവീസസ് നമുക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ലോകത്തിലുള്ള സമൂഹങ്ങളൊക്കെ നോക്കി കാണാൻ പറ്റും. അങ്ങനെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി കൂടുമ്പോഴാണ് ടാക്സ് GDP റേഷ്യോ കൂടുന്നത്. ഇപ്പൊ ഇവിടെ KP കണ്ണൻ സാറൊക്കെ കഴിഞ്ഞ അതെനിക്കൊന്ന് ഗോപകുമാർ പറഞ്ഞ അതാന്ന് തോന്നുന്നു. ഈ KP കണ്ണൻ സാറ് പറഞ്ഞ ഈ 70s മറ്റോ ഈ കേരളത്തിലെ ടാക്സ് GDP റേഷ്യോ 12%, 13% ഉണ്ടായിരുന്നു ഒരു 3-4 വർഷം എന്ന് അദ്ദേഹം അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ പോകണമെങ്കിൽ അതിനുള്ള വഴി എൻഷുവർ മോർ അക്കൗണ്ടബിലിറ്റി, എൻഷുവർ മോർ ട്രാൻസ്പെറൻസി. ഒരു സർക്കാർ ഓഫീസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റിസന് ബഹുമാനം കിട്ടണം. റോഡിൽ ആൾക്കാർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് അവർ എല്ലാ ഗവൺമെന്റ് എൻഫോഴ്സ് ചെയ്യണം. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും തന്നെ വാഹനങ്ങളുള്ള ഒരു കോണ്ടെക്സ്റ്റ് എനിക്ക് തോന്നുന്നു റോഡുകൾ തന്നെയാണ് നല്ലൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, എല്ലാവരും ഈക്വൽ ആണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു സ്ഥലം
എനിക്ക് തോന്നുന്നു റോഡുകൾ തന്നെ ആവണമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും നിയമം പാലിച്ച് ഓടിച്ചാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. വി ആർ നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം എൻഫോഴ്സ്മെന്റും ഒക്കെ നന്നായി വന്നിട്ടുണ്ടെങ്കിൽ തിങ്സ് വിൽ ഇംപ്രൂവ് എന്നെനിക്ക് തോന്നുന്നു. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, ഈ 5 ലക്ഷം ഗവൺമെന്റ് എംപ്ലോയീസ് മാത്രമല്ല, നമുക്കൊരു 50 ലക്ഷം മറ്റ് ആൾക്കാരും ഉണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് വരും. അപ്പൊ നമുക്ക് ഈ ഒരു കമ്പോണന്റ് ഉണ്ട്, പക്ഷെ വേറൊരു കമ്പോണന്റ് ഇല്ല. സോ ദാറ്റ് മിസ്സിംഗ് കമ്പോണന്റ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദ കേസ് ഓഫ് കേരള എന്നാണ് ഞാൻ ആദ്യം മുതൽ ആർഗ്യൂ ചെയ്യുന്നത്. We have that, say, maybe 30%, 40%, which is maybe important for any society. But the remaining 60 or 70% is missing. Then this 30% becomes the 100%. That is the problem. So that is why I am arguing for private sector, in knowing very well that it will come with its own problems, which we should be capable of solving. And government should develop the capability to regulate them. അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ വിച്ച് ഐ എം റൈസിംഗ്. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രീ ഗോപകുമാറിന്റെ അടുത്ത് ബിനു ചോദിച്ചതാണ്. ഇപ്പൊ ഗോപകുമാർ അദ്ദേഹം ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഫിസിക്കൽ അസറ്റ്സ് മാത്രമായിട്ട് കാണരുത്, ഹ്യൂമൻ ക്യാപിറ്റൽ കൂടിയായി കാണണം എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റിൽ ബിനു ചോദിച്ചത്, ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഹ്യൂമൻ ക്യാപിറ്റലൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ക്യാപിറ്റൽ സത്യം പറഞ്ഞാൽ എക്സോഡസ് ആയി പോവല്ലേ. ഒരു ഫാക്ടറും കൂടി ആഡ് ചെയ്യുന്നത്, ഇവർ പോകുന്നത് കൊണ്ട് ഇവിടെയുള്ള ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ കൂടി വരികയാണെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാരണം ഒരു റിവേഴ്സ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയല്ലേ എന്നുള്ളതാണ്. അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? ഒന്ന്, കേരളത്തിൽ നിന്ന് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാണ് എന്ന് പറയുന്നത് അതൊരു ശരിയായ നെറേറ്റീവ് അല്ല എന്നുള്ളതാണ്. ഇത്രയും മൈഗ്രേഷൻ കേരളത്തിൽ നിന്നാണോ ഈ സ്റ്റുഡന്റ് മൈഗ്രേഷൻ കൂടുതലുള്ളത് ഇന്ത്യയിൽ? അല്ലെന്നല്ല, കൊള്ള കണക്ക് വെച്ചിട്ടല്ല, അതല്ല. അതിനകത്ത് എല്ലാ കാലത്തും ഇത് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതുകൊണ്ട് ഇപ്പോഴങ്ങ് കൂടിപ്പോയോ എന്നുള്ളത് അതൊരു വലിയൊരു ആഖ്യാനമാണ്. കേരളം ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമായത് കൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതിന് 2-3 കാരണങ്ങളുണ്ട്. പഠിക്കാൻ കൂടുതൽ സ്ഥലങ്ങളില്ല, പഠിക്കാൻ തൊഴിലില്ല എന്നുള്ളതാണ്. 5 ലക്ഷം പേര് കേരളത്തില് സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. വേറൊരു തൊഴിൽ അവന്യൂ ഇല്ല. എന്താണ് ഇവിടുത്തെ വർക്കിംഗ് ടോട്ടൽ വർക്ക്? എത്ര പേര് കേരളത്തിൽ പണിയെടുക്കുന്നുണ്ടാവും? കൊച്ചിയിലെ IT സെക്ടറിൽ മാത്രം ഇപ്പോൾ എത്ര പേര് പണിയെടുക്കുന്നുണ്ടാവും? ട്രിവാൻഡ്രത്ത് IT സെക്ടറിൽ എത്ര പേര് പണിയെടുക്കുന്നുണ്ടാവും? നമ്മൾ ഇനിയും there is room for development. നമുക്ക് പോകാൻ ഇനിയും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരുപാട് ഇനി അച്ചീവ് ചെയ്യാനുണ്ട്. കേരളത്തിൽ എത്ര തരത്തിലുള്ള ഹൈ വാല്യൂ ആഡിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, അത് നേരത്തെ ഉണ്ടായിരുന്ന പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് അല്ല. ആ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് നമുക്ക് നേരെ കാണാം, നല്ല പോകെ തുപ്പിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അല്ലാത്ത ഇൻഡസ്ട്രി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ ദ അറ്റൻഷൻ ടു ബാലഗോപാൽ ബ്ലഡ് ബാഗ് ഇൻഡസ്ട്രി, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഏഷ്യ. നമ്മുടെ സ്പൈസസ് എക്സ്ട്രാക്ഷൻ സംഗതികൾ കേരളത്തിൽ വളർന്നു വരുന്ന ഇത്തരത്തിൽ ഉയർന്ന മൂല്യവർദ്ധനയുള്ള, കൂടുതൽ കൂലി കിട്ടുന്ന, കൂടുതൽ വേതനം ലഭിക്കുന്ന സേവന വേതന വ്യവസ്ഥകളുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഒരു ബെൽറ്റ്, ഒരു സംഗതി വളർന്നു വരുന്നുണ്ട് കേരളത്തിൽ. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരുന്നത്? അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്? അത് വരുന്നത് അത് നമ്പേഴ്സിനകത്തുണ്ട്. ആ നമ്പേഴ്സ് എത്ര വിശ്വസനീയമാണെന്നുള്ളത് അറിയില്ല. കാരണം കഴിഞ്ഞൊരു 3 കൊല്ലത്തെ കണക്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിനകത്ത് ഷെയർ, GVSയുടെ ഷെയർ 1.5% കൂടിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്തുണ്ടായ മാറ്റമൊന്നുമല്ല. അത് ദാറ്റ്സ് റിഫ്ലക്റ്റഡ് ഇൻ ദ അക്കൗണ്ട്സ്. ആ കണക്കിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തില് റെമിറ്റൻസസ് കുറയാണെന്ന് റെമിറ്റൻസ് കുറഞ്ഞതായിട്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ റെമിറ്റൻസ് കുറഞ്ഞിട്ടില്ല. പുറത്തു പോകുന്ന വാസ്തവത്തിൽ കേരളം അതിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു ഡെവലപ്മെന്റ് ട്രജക്ടറിയിൽ എത്തിയിട്ട് പിള്ളേർക്കൊന്നും ഈ ബോർഡേഴ്സ് ഇല്ല. ഇപ്പൊ കേരളത്തിൽ പണ്ട് മലയാളം പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനം. ഇപ്പോഴും ഉണ്ട്. മലയാളത്തിൽ പഠിക്കണം, മലയാളത്തിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, മലയാളം പഠിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നമ്മുടെ കുട്ടികൾക്ക് ആ അതിര് മാറുകയാണ്. ആ അതിര് മാറുന്നത് വാസ്തവത്തിൽ ഒരു വികസന പന്ഥാവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾ കൂടുതൽ പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് പോകുന്നുണ്ടെന്നൊക്കെയുള്ള കണക്ക്, നിലവിലുള്ള കണക്ക് ഞാൻ പറഞ്ഞല്ലോ. കുട്ടികൾ പോകാനുള്ളതിന്റെ കണക്കിന്റെ കാരണം കേരളം ഈ 2 ഇരട്ട മുഖം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിനകത്ത് ഈ ഒരു വികസന പന്ഥാവിലൊരു വലിയ
വ്യത്യാസമുണ്ട്. അതേസമയം വളരെ പരമ്പരാഗതമായിട്ടുള്ള നിരവധി ധാരണകളും രീതികളും സദാചാര ബോധവും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് പറ്റൂല, അവർക്ക് ഇത് പറ്റൂല എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ടത് മാറുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുന്നതല്ല. കേരളം അല്ല ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉണ്ടാവുന്ന സ്ഥലം. കേരളത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പേര് മൈഗ്രേറ്റ് ചെയ്യണത് അത്ര മോശമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിന് നോക്കുന്നതിൽ എന്താണ് തെറ്റ്? കേരളത്തിലേക്ക് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് കേരളം അത്തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറാൻ എന്തൊക്കെ ചെയ്യണം അതും കൂടെ ചെയ്യണം. അത് ക്യാപിറ്റലിന്റെ എല്ലാത്തരം ക്യാപിറ്റലിന്റെ, ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ആണെങ്കിൽ വേണ്ടില്ല, ഫിസിക്കൽ ക്യാപിറ്റലിൽ വേണ്ടില്ല, ഫിനാൻസ് ക്യാപിറ്റലിന്റെ ആണെങ്കിൽ വേണ്ടില്ല, വരാനുള്ള സംവിധാനം വേണം. അതിനെന്ത് ചെയ്യണം? നല്ല റോഡ് വേണം, നല്ല പാലം വേണം, നല്ല കണക്ടിവിറ്റി വേണം, നല്ല വെള്ളത്തിന്റെ കണക്ടിവിറ്റി, എനർജിയുടെ കണക്ടിവിറ്റി, ഇൻഫർമേഷന്റെ കണക്ടിവിറ്റി, ഇതെല്ലാം ഉണ്ടാക്കണം. അതുണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടേ? അതുണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന FRBMന്റെ പരിധിയുടെ അകത്ത് നിന്നുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 50 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കേരളത്തിലെ പബ്ലിക് ഫിനാൻസ് ഷുഡ് ബി ഷോൺ അല്ലെങ്കിൽ സീൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടു ദ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് ഹാസ് ടു ബി ഒരുപാട് തലത്തിലേക്ക് ഉയരണം. ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം, പ്രൈവറ്റൈസേഷൻ വേണം. ഇവിടെ പ്രൈവറ്റൈസേഷൻ ഇല്ലാത്തത് എവിടെയാണെന്ന് കേരളത്തില് ഈ ഗോവിന്ദറാവു ഒക്കെ ആർഗ്യൂ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിന്റെ ഫിസിക്കൽ യൂസ് ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, എയ്ഡഡ് കോളേജുകൾക്കോ എയ്ഡഡ് സ്കൂളുകൾക്കും ശമ്പളം കൊടുക്കണം, നിർത്തിയാൽ മതി എന്നുള്ളതാണ്. ബിക്കോസ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നത്? വാട്ട് വാസ് ദി ഹിസ്റ്റോറിക്കൽ റോൾ പ്ലേഡ് ബൈ ദിസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവര് കേരളത്തിലെ എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് ഏജൻസി ഇല്ല എന്ന് ആരാ പറഞ്ഞത്? ഇതിനേക്കാൾ കൂടുതൽ വേണം എന്ന് പറഞ്ഞാൽ ഈ പോണ പിള്ളേർക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഷുറൻസ്. ഓക്കെ ഫൈൻ, ഞാനതിനോട് എതിരല്ല, പക്ഷെ അതുകൊണ്ട് ഇവിടെ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഹെൽത്ത്. യു ടേക്ക് ഡിഫറൻസ് വാട്ട് ഹാപ്പൻ ഇൻ ദ ഹെൽത്ത് സെക്ടർ ഫോർ നമ്മള് ഒരു ടെർഷ്യറി കെയറിനകത്ത് ഞാൻ ചോദിക്കട്ടെ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിൽ വെദർ ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കം ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ, ഈവൻ ദ സെക്കൻഡറി ഹെൽത്ത് കെയർ? നോ. എവിടെയാ വരുന്നത്? സോ ദർ ലൈസ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ റോള്. സോ ഐ മസ്റ്റ് സ്റ്റോപ്പ് ഹിയർ. ആ ഡിഫറൻസ് യു കൻ സീ ഇൻ ബീഹാർ, UP ആൻഡ് കേരള. ആ പ്രൈമറി സെക്ടറും സെക്കൻഡറി അത് കുറച്ചിട്ട് കേരളത്തിലെ ശമ്പളം എന്ന് പറയുന്നതിന്റെ 82% അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കൊടുക്കുന്ന ശമ്പളമാണ്. വി ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു കട്ട് ദിസ് ഡ്രാസ്റ്റിക്കലി. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. സോ മാർഗം ഉണ്ടാകുക വരുമാനം കൂട്ടുക എന്നുള്ളതാണ്. പ്രൈവറ്റ് പ്ലേയേഴ്സ് ഒന്നും വേണ്ടെന്നൊന്നുമല്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകുന്നത്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റിനെ പിടിച്ചു നിർത്തണം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ കിഫ്ബി കൂടെ നടത്തിയ റോഡ് ഉണ്ടാക്കണ്ട, കാരണം അത്രയും പൈസ ഇല്ല എന്ന് പറയണത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത 50 കൊല്ലം കൊണ്ട് ചെയ്താൽ മതി, 10 കൊല്ലം കൊണ്ട് ചെയ്യേണ്ടെന്നാണ്. സോ ദിസ് ഇസ് ദ കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഫിനാൻസസ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇനി CK രാജു ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ആർക്കും വേണ്ടി എടുക്കാം. നന്ദു ഒന്നും ചേർത്തോടെ നന്ദുവിന് വേണ്ടി എടുക്കാം. രാജു ചോദിച്ചത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഫിഗേഴ്സിൽ ഈക്വാലിറ്റി എന്നുള്ള ആ ഒരു ഫാക്ടർ വന്നില്ല. അപ്പോ ഈ ഇക്കണോമിക് ആയിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ പറഞ്ഞു, മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും കമ്പയർ ചെയ്തു. പക്ഷെ ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനത്തില്, സമത്വം എന്നുള്ള സാധനത്തിൽ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എവിടെ നിൽക്കുന്നു? ആർക്കും വേണ്ടി എടുക്കാം. അല്ല, അവരുടെ നമ്മളുടെ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ ദ നീതി ആയോഗ് ലെസ് ദാൻ 0.5%. 0.5%. പക്ഷെ ഞാനതിനെ കാണുന്നത് അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത് 0.5% ആണ്. അത് 25% ബീഹാറുണ്ട്, 31% ബീഹാറുണ്ട്. അബ്സല്യൂട്ട് പോവർട്ടി നമ്മൾ 0.5 ഉണ്ട്. അത് നമ്മൾ വളരെ വളരെ മേളിലാണ്. പക്ഷെ 0.5 ഉണ്ട് എന്നുള്ളത് ഇസ് എ കേസ് ഓഫ് കൺസേൺ, കോസ് ഓഫ് കൺസേൺ. അത് മാറണം. അത് അവത്തിന് തൊട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വലിയ കൈത്താങ് വേണം. ദാറ്റ് ഡെഫിനറ്റ്ലി വൺ. പിന്നെ ഏതെടുത്ത് നോക്കിയാലും ഇതൊരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണല്ലോ. ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് അതിന് കണക്കാക്കപ്പെടുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളുടെ അകത്തും കേരളം ഇന്ത്യയിൽ ബെറ്റർ തന്നെയാണ്. ഒന്നാമതാണ് അത് സംഭവിക്കുന്നതാണ് കേരളത്തിനകത്ത് ഈ പറയപ്പെടുന്ന ഒരുതരം ഹാർമണി, ഒരുതരം ഹാപ്പിനെസ്, അതെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഓൾ ദീസ് സെക്ടേഴ്സ്, സ്കൂളിങ്, നമ്മുടെ നിരവധി പ്രൊവിഷൻസ്, ഇതെല്ലാമാണ് അതിനകത്ത് വരുന്നത്. അതുണ്ടാക്കണമെങ്കിൽ പൈസ വേണം, പണം ഉണ്ടാവണം. അത് എക്സ്പെൻഡിച്ചർ സർക്കാർ ചെയ്യാതെ പ്രൈവറ്റ് ഏജൻസി ചെയ്യൂല.
അതാണ് ഞാൻ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയറിൽ പറ്റത്തില്ല, ടെർഷറിയിൽ വരും. അത് വന്നിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ കണക്കെടുത്താൽ. സോ ഒരു ചോദ്യം കൂടി രാജുവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. രാജു ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റേറ്റിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത്? ഇത് ജനങ്ങളെ ബാധിക്കുന്ന ജനങ്ങളുടെ പ്രശ്നമല്ല. അപ്പൊ ഈ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആയിട്ട് ലോകത്ത് എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? ഇത് എല്ലാം സംസ്ഥാനങ്ങൾ ചെയ്യണം, സർക്കാർ ചെയ്യണം എന്ന് പറയുന്നത് അത്ര ആർക്കെങ്കിലും ആദ്യം കിട്ടിയത്? ഞാൻ കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, ഇക്വാളിറ്റിയുടെ ആ ക്വസ്റ്റനിൽ തന്നെ റീക്ലെയിം ചെയ്യാം. ഇക്വാളിറ്റിയുടെ ക്വസ്റ്റൻ ഇക്വാളിറ്റീന്റെ പോയിന്റിലാണ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗോപാൽ സാർ പറഞ്ഞ പോവർട്ടി നെറേറ്റീവില. പോവർട്ടി ഇക്വാളിറ്റിയും രണ്ട് കോൺസെപ്റ്റ് ആണല്ലോ പൊതുവെ. സോ അപ്പൊ ഇക്വാളിറ്റി നെറേറ്റീവിൽ ആലോചിച്ചാൽ കേരളം അങ്ങനെ ഇനിക്വാളിറ്റിയിൽ ഹൈ ഇൻഡെക്സ് വരുന്ന ഒരു സ്റ്റേറ്റ് ഒന്നും അല്ല. ഇനിക്വാളിറ്റിയിൽ ഹൈ ഇൻഡെക്സ് വരുന്ന സ്റ്റേറ്റ് ഒന്നും അല്ല. അതിപ്പോ സോഷ്യൽ ഇനിക്വാളിറ്റി ആയാലും എക്കണോമിക് ഇനിക്വാളിറ്റി ആയാലും ഹൈലി വരുന്നതല്ല. അതിപ്പോ നമ്മൾ ഏത് കോൺസെപ്റ്റ് എടുത്താലും, ഇപ്പം നമ്മൾ പൊതുവെ എടുക്കുന്ന ജിനി ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ ലോറൻസ് കർവ് അനാലിസിസ് ആണ്, ഇത് ഏതെടുത്താലും നമ്മൾ അത്ര മോശമൊന്നുമല്ല. ലൈക്ക് വി ആർ റിലേറ്റീവ്ലി ഈക്വൽ, ബട്ട് വി ആർ സ്റ്റിൽ നോട്ട് ഈക്വൽ. ആ ഒരു റിയാലിറ്റി അവിടെ ഉണ്ട്. ഇനി അതിന് പുറത്ത് റെമിറ്റൻസസിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് റെമിറ്റൻസസിലെ ഷെയറിന്റെ ഡിഫറൻസ് ഉണ്ട്. അത് KP കണ്ണൻ, KS ഹരി 2020 ഒരു പേപ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, റീവിസിറ്റിംഗ് കേരളാസ് ഗൾഫ് കണക്ഷൻ എന്നും പറഞ്ഞൊരു പേപ്പർ. അത് ആക്ച്വലി ഡാറ്റാ സെറ്റിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ ഡാറ്റാ സെറ്റിൽ നമ്മൾ റെമിറ്റൻസിനെ അക്യുമുലേറ്റ് ചെയ്യുന്നതും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ടൈം സീരീസിൽ ഉണ്ടായിരുന്ന പ്രശ്നം റീകണക്ട് ചെയ്തുകൊണ്ട് പുതിയ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്ത് ആ സീരീസിൽ അനാലിസിസ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് വെച്ച് പ്രൂവ് ചെയ്തൊരു സംഭവമുണ്ട്. അതിലെ പ്രശ്നം റെമിറ്റൻസസ് കുറഞ്ഞു എന്നുള്ളതല്ല, അത് ആക്ച്വലി മാക്രോ എക്കണോമിക് ഇനിക്വാളിറ്റിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഷെയർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ആഭ്യന്തര ഉത്പാദനം, നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ശേഷി കൂടുതലല്ലേ അർത്ഥം? അതത്ര കുഴപ്പമുള്ളൊരു കാര്യമാണ്. ഇൻഡിവിജ്വൽ അബ്സല്യൂട്ട് ലെവലിലെ റെമിറ്റൻസസിനകത്ത് ഷെയർ ആണ് കുറഞ്ഞത്. അത് ആഭ്യന്തര ഉത്പാദനമായിട്ട് ഒരു ബന്ധവുമില്ല. ആഭ്യന്തര ഉത്പാദനമായിട്ടല്ല ഞാൻ പറയുന്നത്, കേരളത്തിനകത്തുള്ള മൊത്തത്തിൽ ഉത്പാദനത്തിനകത്ത് റെമിറ്റൻസിന്റെ ഷെയർ കുറയുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല. റെമിറ്റൻസസിന്റെ അബ്സല്യൂട്ട് വാല്യൂലുള്ള ഡിക്ലൈൻ. റെമിറ്റൻസസ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന് അല്ലെ കേരള സ്റ്റേറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന റെമിറ്റൻസസിൽ വരുന്ന ഡിക്ലൈൻ. ഗവൺമെന്റ് റെമിറ്റൻസ് കിട്ടുന്നത് എങ്ങനെയാ? ഗവൺമെന്റിന്റെ റെമിറ്റൻസ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ലെവലിലാണ് നമ്മൾ അനാലിസിസ് നടത്തുന്ന മാക്രോയിൽ. ആ ഹൗസ് ഹോൾഡിൽ വരുന്ന കോൺട്രിബ്യൂഷൻ ആണ് തിരിച്ച് കറങ്ങി ഗവൺമെന്റിന്റെ ഒരു പ്രോപ്പർ GDPന്റെ ആ ഒരു കാൽക്കുലേഷനിലേക്ക് വരുന്ന C എന്ന് പറഞ്ഞ കൺസംഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സിനെ അക്യുമുലേറ്റ് ചെയ്തു. SLBCയുടെ കണക്കില്ലേ? SLBCയുടെ കണക്ക് പ്രകാരം കുറഞ്ഞതായിട്ട് കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞു. ഓക്കെ, അത് അക്കൗണ്ട് ചെയ്യുന്നതിനകത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നതും 2020 പേപ്പർ ഈ KP കണ്ണൻ KS ഹരിന്റെ പേപ്പറിൽ അക്കൗണ്ട് ചെയ്യുന്നതിനകത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ടൈം ബാങ്കുകളുടെ കണക്കുണ്ട്, ഇതിനകത്ത് അനുമാനത്തിന്റെ പ്രശ്നമില്ല. ബാങ്കുകളുടെ കണക്കുണ്ട്, SLBCയുടെ കണക്കുണ്ട്, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ കണക്കുണ്ട്. ഓക്കെ, എന്തായാലും ആ ഒരു റെമിറ്റൻസസിനകത്ത് ഒരു വേരിയേഷൻ ഉണ്ടെന്നും ആ റെമിറ്റൻസസിന്റെ പ്രശ്നം റെമിറ്റൻസ് കുറഞ്ഞു എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് ഇൻഇക്വാളിറ്റിക്ക് കാരണമാകും, മാക്രോ എക്കണോമിക് ഇൻഇക്വാളിറ്റിക്ക് കാരണമാകും എന്നുള്ള ഒരു അനാലിസിസ് ആണ്. റെമിറ്റൻസസ് അല്ല അവിടെ അറിയാവുന്നത്. പക്ഷെ ആ റെമിറ്റൻസസ് നമ്മുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു ഒരു ഇക്കോണമി സെറ്റിംഗിൽ. അത് ഗവൺമെന്റ് എന്നുള്ളതായിട്ട് ഒരു ബന്ധവുമില്ല. അത് ആഭ്യന്തര ഉത്പാദനമായിട്ടല്ല ബന്ധം, ആഭ്യന്തര കൺസംഷനുമായിട്ടാണ് ബന്ധം. ആ കൺസംഷൻ എന്ന് പറയുന്ന സംഭവം, കൺസംഷൻ ആണ് ആക്ച്വലി ഒരു മാക്രോ ഇക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ. ഈ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആണ്. ഈ കൺസംഷൻ ഇൻവെസ്റ്റ്മെന്റ് സ്മൂത്ത് ആണെങ്കിൽ പലപ്പോഴും ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ടിന് അവിടെ അത്രയും വറീസം ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ബേസിക്കലി ഈ G എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിൽ വറി ആവുന്നതിന് പകരം നമ്മൾ കൺസംഷനിലും ഇൻവെസ്റ്റ്മെന്റിലും സ്മൂത്തൻ ചെയ്യേണ്ട ഒരു ടൈമാണ്. അതാണ് ഇമാനുവൽ സാർ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് ആ കൺസംഷന് സ്മൂത്തൻ ചെയ്യണമെങ്കിൽ ബേസിക്കലി ആ ഒരു സ്മൂത്തനിങ്ങിലേക്കാണ് ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വേണ്ടത്. അതിൽ ലിമിറ്റ് ചെയ്താൽ മതി, അതിൽ ഫെസിലിറ്റേറ്റർ ആയാൽ മതി. അതിൽ എല്ലായ്പ്പോഴും സ്റ്റേറ്റ് ആണ്, അത് ഇതിനെ കൂടെ കണക്ട് ചെയ്ത് സ്റ്റേറ്റിന്റെ ഒരു എല്ലാം സ്റ്റേറ്റിന്റെ തലവെക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കലും ഇല്ല. കാരണം സ്റ്റേറ്റിന് എല്ലാം ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റേറ്റ് മനസ്സിലാക്കി സ്റ്റേറ്റ് തന്നെ അത് ലിമിറ്റ് ചെയ്യേണ്ട ടൈം ഭയങ്കരമായിട്ട് കൂടി. കാരണം സ്റ്റേറ്റിലല്ല എല്ലാത്തിനും നമ്മൾ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ആക്കേണ്ടത്. എല്ലാ ബേർഡനും എടുക്കേണ്ട സ്റ്റേറ്റ് അല്ല, പക്ഷെ എടുക്കേണ്ടതിൽ അല്ലെങ്കിൽ എടുത്തതിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റേറ്റർ റോളോ അല്ലെങ്കിൽ റെഗുലേറ്റർ റോളോ സ്റ്റേറ്റ് ചെയ്യേണ്ടത് ഉറപ്പുവരുത്തുക. അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ അക്കോമഡേറ്റീവ് സ്പേസ്, ഈ പറഞ്ഞ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന് അക്കോമഡേറ്റീവ് സ്പേസ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനുള്ള അക്കോമഡേറ്റീവ് സ്പേസും കൂടെ നൽകുക എന്നുള്ളതാണ്. താങ്ക് യു. ഇനി ഹരി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് പക്ഷെ ഓൾറെഡി പ്രൊഫസർ ഇമ്മാനുവൽ അഡ്രസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ഇക്കോണമി, ഒരു കുറച്ചധികം ജോലികളുള്ള സസ്റ്റൈനബിൾ ഇക്കോണമി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? അത് ഓൾറെഡി പ്രൊഫസർ ഇമ്മാനുവൽ അഡ്രസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നില്ല.
ഇനി ബാക്കി കുറെ പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, അതിൽ ഞാൻ ചോദ്യങ്ങൾ കണ്ടില്ല. ഇനി ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അത് OKP ഉണ്ടല്ലോ അല്ലേ, പ്രദീപൻ? OKPക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് OKP തന്നെ ഒരു ഇക്കണോമിക്സ് ഒക്കെ ബൂത്തിൽ MBA ഒക്കെ പഠിച്ചിട്ടുള്ള ആളെ അതൊന്ന് നേരിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ OKP അത് നേരിട്ട് ചോദിച്ചോളൂ. OKP ചോദിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അപ്പൊ സതീഷ് തന്നെ ചോദിച്ചാൽ മതി. സോറി. ഓക്കെ. ഞാനൊന്ന് ആരെങ്കിലും ഒരാളൊന്ന് നോക്കുവോ? മറ്റേ ചാറ്റിലൊന്ന് തപ്പി നോക്കി, ലിയോണോ ആരെങ്കിലും തപ്പി നോക്കിക്കോ. ഞാൻ OKPയുടെ മാത്രം എടുത്ത് ഞാൻ കോപ്പി ചെയ്തില്ല. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു 2-3 ചോദ്യങ്ങളും കൂടി ആരെങ്കിലും എടുക്കാം. വേറെ ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയരുത്, ചോദ്യങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ 1-2 പേർ കൂടി ചോദിക്കാം. ലിയോൺ ഇൻ ദി മീൻ ടൈം OKPയുടെ ചോദ്യങ്ങളും എടുത്ത് ചോദിച്ചാൽ നന്നായിരുന്നു. OKPയുടെ ചോദ്യങ്ങള് സതീഷിന് നേരിട്ടാണ് അയച്ചതെന്ന് സംശയമുണ്ട്. ഐ ഡോണ്ട് സീ ഇറ്റ് ഇൻ ദി ഗ്രൂപ്പ് ചാറ്റ്. പബ്ലിക് ഇതിൽ കാണുന്നില്ല. ഓക്കെ, ഞാൻ നോക്കാം. മീൻ ടൈം വേറെ ആർക്കെങ്കിലും 1-2 ചോദ്യങ്ങൾ കൂടി നമുക്ക് എടുക്കാം. അഭിപ്രായങ്ങളല്ല, ചോദ്യങ്ങൾ. സതീഷ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഹലോ, പ്ലീസ്. ഞാൻ ജോസഫ്, തൃശ്ശൂർ. എനിക്ക് അറിയാനുള്ള കാര്യം, ഇപ്പോ വിദേശത്തേക്ക് കുട്ടികൾ പോകുന്ന കാര്യം കൂടെ ചർച്ചയിൽ വന്നു. അവർ പോകാതിരിക്കാൻ നമുക്കിവിടെ ചെയ്യാവുന്ന സംവിധാനങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും വന്നില്ല. ഇവിടെ അവർ പിടിച്ചു നിർത്താൻ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ IT മേഖല, അതുപോലെയുള്ള ഇവിടെ നിൽക്കാൻ കഴിയുന്ന, ഇപ്പൊ ഒരു കുട്ടിക്ക് പുറത്ത് കൂടുതൽ ശമ്പളം കിട്ടുന്നത് നമ്മുടെ എവിടെയും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഒരു വ്യവസായങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വന്നിരുന്നെങ്കിൽ പുറത്തേക്ക് പോക്ക് ഇത്തിരി കുറയ്ക്കാമായിരുന്നു എന്നൊരു തോന്നൽ. എന്റെ വിഷയം, ഈ മദ്യം പോലെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടാണ് സർക്കാരിന് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു നല്ല മാർഗമല്ലല്ലോ. ലോട്ടറി വിൽക്കുന്നു, അങ്ങനെ കാശുണ്ടാക്കാൻ നോക്കുന്നു. അതിന് പകരം എന്തെല്ലാം സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് വരുമാനം ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പൊ ഈ പൈസ ഒന്നും പ്രൊഡക്റ്റീവ് അല്ല. ആളുകൾ പണിയെടുത്ത് കിട്ടുന്ന കാശൊക്കെ മുഴുവൻ ഇതിൽ പോകുന്നു. ഒരു 17,700 ചില്ലാനും കോടി രൂപയാണ്. ചോദ്യങ്ങൾ ചോദിക്കണ അഭിപ്രായങ്ങൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഇരിക്കുന്നവർക്ക് ചോദ്യമായിട്ട് ചോദിക്കണം. ഇപ്പൊ പണം ഉണ്ടാക്കാൻ ഒരു മാർഗമായി പറയുന്നത് മദ്യവും ലോട്ടറിയുമാണ്. പകരം നമുക്ക് ഇതില്ലാതെ പണം ഉണ്ടാക്കാൻ മാർഗമില്ലേ? ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ജോസഫേട്ടന്റെ ചോദ്യം ഞാൻ റീഫ്രേസ് ചെയ്യാം. കേരളത്തിന്റെ ഇക്കോണമിയിൽ മറ്റേ മദ്യത്തിനും ലോട്ടറിക്കും ഉള്ള പങ്ക് എങ്ങനെയാണ്? അത് ആരെങ്കിലും ഒരാളൊന്ന് പറയാം. മറ്റുള്ള സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? ഇതല്ലാതെ വേറെന്ത് മാർഗമാണ്? അത് ആർക്കും പറയാം. മദ്യത്തിൽ നിന്ന് ഉള്ള വരുമാനം 2 തരത്തിലാണ്. മദ്യത്തിൽ നിന്നുള്ള വരുമാനം, ഒന്ന് മദ്യത്തിന്മേലുള്ള വിൽപ്പന നികുതി. സെയിൽസ് ടാക്സ് ഇപ്പോഴും തുടരുന്നൊരു സ്ഥലമാണ് മദ്യവും പെട്രോളുമാണത്. അപ്പോ മദ്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ടാക്സ് ആണ്. രണ്ടാമത്തത് നമ്മള് എക്സൈസ് വരുമാനമാണ്, സ്റ്റേറ്റ് എക്സൈസ് വരുമാനമാണ്. ഈ സ്റ്റേറ്റ് എക്സൈസ് വരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻഡിക്കേറ്ററാണ്. അത് കുറച്ച് പൈസ വരത്തുള്ളൂ. പക്ഷെ ആ ഇൻഡിക്കേറ്റർ സ്റ്റേറ്റ് എക്സൈസിനകത്തുള്ള കണക്കാണ് അങ്ങനെ കൃത്യമായിട്ട് കിട്ടുക. മറ്റത് അനുമാന കണക്കുകളെ കിട്ടുള്ളൂ. ആ കണക്ക് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളുടെ എവിടെയും ഇല്ല. തലസ്ഥാനത്ത് പോയിട്ട് നടുസ്ഥാനം പോലും ഇല്ല. ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അങ്ങേരുടെ UP ആണ് ഒന്നാമത്തത്. അത് കഴിഞ്ഞിട്ട് കേരളം 10ാം സ്ഥാനത്ത് പോലും ഇല്ല. അപ്പൊ അതിനകത്ത് യാതൊരു അർത്ഥമില്ല. കഴിഞ്ഞൊരു വർഷത്തെ കണക്കെടുത്താൽ നികുതി വരുമാനമായിട്ട്, അതായത് സെയിൽസ് ടാക്സ് ആയിട്ട്, അതായത് നമുക്ക് നികുതി കിട്ടുന്ന പലതരം നികുതി വരുമാനങ്ങളുണ്ട്. അതിൽ സെയിൽസ് ടാക്സ് വരുന്നത് മദ്യത്തിനും പെട്രോളിനും കൂടിയാണ്. അതിനകത്ത് രണ്ടും കൂടി നമുക്ക് വന്നിട്ടുള്ളത് 26,000 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ വരവ് എന്ന് പറയുന്നത്. അത് 13,000 കോടി രൂപ മദ്യത്തിൽ നിന്നാണെന്ന് വെച്ചോളൂ. 50-50 ആയിരിക്കും. ഈ 13,000 കോടി രൂപയാണെന്ന് അനുമാനിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഒരൊറ്റ പോയിന്റ് ഓഫ് സെയിലിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അങ്ങനെയാണ് 13,000 കോടി രൂപ. 3,000 കോടി, 2,000 കോടി രൂപ എക്സൈസും ഉണ്ട്. അങ്ങനെ 13-15,000 കോടി രൂപയാണ് ഉള്ളത്. നമ്മുടെ റവന്യൂ വരുമാനം 1,00,000 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. സോ വാട്ട് ഇസ് ദ പോയിന്റ് ഇൻ സേയിങ് ദാറ്റ് നമ്മുടെ പ്രധാനപ്പെട്ട വരുമാനം മദ്യമാണെന്നുള്ളത്? അല്ല, അതില്ല. ലോട്ടറിയുടെ വിറ്റുവരവാണ്. 12,000 കോടി രൂപ വിറ്റുവരവുണ്ട്. 12,000 കോടി വിറ്റുവരവ്, അതൊരു 3% അതിന് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ വരുമാനമായിട്ട് വരുന്നത്. അതായത് എത്ര വരും? ഒരു 400 കോടി രൂപ. അത്രയാണ് നമുക്കുള്ള വരുമാനം.
ആ 400 കോടി രൂപയുടെ കൂട്ടത്തില് ഒരു 1200 കോടി രൂപ അതിന്റെ GST കൂടി വരുന്നുണ്ടാവും, സ്റ്റേറ്റ് GST. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1200, 1300, 1500 കോടി രൂപ. മേജർ സോഴ്സ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ GST തന്നെയാണ്. GST ആണ് ഒരു 39,000 കോടി രൂപ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 28,000 കോടി രൂപ. അതിൽ പെട്രോളിന്റെ ഒരു 13,000 കോടി രൂപ. സ്റ്റാമ്പ്സ് ആൻഡ് രജിസ്ട്രേഷൻസ് ഒരു 6,000 കോടി രൂപ, 7,000 കോടി രൂപ. മോട്ടോർ വാഹന നികുതി എന്ന് പറയുന്നത് 8,000 കോടി രൂപ, 7,000 കോടി രൂപ. റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതാണ്, അതിനകത്തല്ലാതെ മദ്യത്തിൽ എന്നുള്ളതല്ല. അത് തെറ്റായിട്ടുള്ള കണക്കാണ്. അങ്ങനെ കണക്കില്ല. അതാണ് 9,200 crore per year ആണ് മദ്യത്തിൽ നിന്നുള്ളത്. അതിനൊക്കെ കൂടുതലെന്നാ ഞാൻ പറഞ്ഞു. അതായത് 9,200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സെയിൽസ് ടാക്സും ഉണ്ട്. സെയിൽസ് ടാക്സ് ഒരു 13,000 കോടി രൂപ ഉണ്ടാവും. മറ്റത് ഒരു 1,500 കോടി, 2,000 കോടി. 14,000 കോടി രൂപ, 1,10,10,000 കോടി രൂപ. നമ്മുടെ മൊത്തം ബഡ്ജറ്റ് 1.5 ലക്ഷം കോടി രൂപ. അതിനകത്ത് കടമൊഴിച്ചുള്ള വരുമാനം 1.25 ലക്ഷം കോടി രൂപ. ആ 1.25 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ റവന്യൂയുടെ എന്താ പറയാ കടമല്ലാത്ത വരുമാനം. അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പോലെ 13,000-14,000 കോടി. അതാണ് അല്ലെ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ എക്സൈസ് മന്ത്രി പറഞ്ഞത് 17,750 കോടി രൂപയാണ് മദ്യത്തിൽ നിന്ന് വരുന്നത് എന്ന് പറഞ്ഞിരുന്ന ആള്. ഞാൻ 2023-24 കണക്കാവാം. 22-23 ഓഡിറ്റഡ് കണക്കുകളാണ്. ഓക്കെ. അപ്പൊ ഇനി OKP പറഞ്ഞത് 4 ചോദ്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം എടുക്കുന്നില്ല. അത് കുറച്ച് ഫണ്ടമെന്റൽസ് ആണ്. ഒരു സ്പെസിഫിക് പോയിന്റ് പ്രൊഫസർ ഇമ്മാനുവലിന് ആൻസർ ചെയ്യാൻ പറ്റിച്ച് നമ്മളിത് ടച്ച് ചെയ്യാത്തൊരു പോയിന്റ് ആണ്. അത് ഇൻട്രസ്റ്റ് കമ്പോണന്റ് ആണ്. അപ്പൊ OKP പറഞ്ഞത് ഇൻട്രസ്റ്റ് കമ്പോണന്റ് ക്ലോസ് ടു 20% ആണ് കേരളത്തില്. അതൊരു അലാമിംഗ്ലി ഹൈ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലേ? ഹൗ ഡസ് ഇറ്റ് പെക് ആൻഡ് അതിന്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? യെസ്, നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ഇൻട്രസ്റ്റ് തന്നെയാണ്. സാലറി ഇപ്പൊ ഏറ്റവും പുതിയ അക്കൗണ്ട്സ് ഫിഗർ ഉള്ള 22-23 സാലറി അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 38,000 crores, pension about 26,000 crores, and interest 25,000 crores. These are the 3 important components of the revenue expenditure. അത് വളരെ വലിയ കമ്പോണന്റ് ആണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ പലപ്പോഴും ജസ്റ്റിഫൈ ചെയ്യുന്നത് ഈ ഗ്രോത്ത് റേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഡോമർ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് എക്കണോമിസ്റ്റുകൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ് ക്യാൻ ചേഞ്ച്, ഗ്രോത്ത് റേറ്റ്സ് ക്യാൻ ചേഞ്ച്, ഇറ്റ് ക്യാൻ ബി പ്രോബ്ലമാറ്റിക്. അഗെയിൻ എനിക്കൊരു ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ പലപ്പോഴും ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കാറുള്ളതാണ്. പലയിടത്തും അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. കേന്ദ്ര ഗവൺമെന്റ്, നമ്മൾ സംസ്ഥാന ഗവൺമെന്റിനെ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പൊസിഷൻ. ബിക്കോസ് വി ആർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഫെഡറൽ സ്റ്റേറ്റ്സ്, പ്രോവിൻസ് അല്ല, സ്റ്റേറ്റ് ആണ് ഇവിടെ. അപ്പൊ ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ഒരു പ്രോവിൻസിനെ ഫെഡറൽ ഗവൺമെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഫെഡറൽ ഗവൺമെന്റ് ബോറോ ചെയ്യുന്നത് 5% ആണ്, അല്ലെ 4% ആണ്. അപ്പൊ സംസ്ഥാനത്തിനും ബോറോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ വിൽ നോട്ട് എക്സിസ്റ്റ്. അപ്പോ ഈ തിയറീസ് ആർ ഇമ്പോർട്ടന്റ്. നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് വിമാനം ഉണ്ടാക്കിയ വിമാനം പറക്കില്ല. അല്ല, നമ്മൾ എടുത്ത് ചാടി നമുക്ക് അപകടം പറ്റും. യു ക്യാൻ വിഷ്വലി തിങ്ക് മെനി തിങ്സ്. പക്ഷെ ഒരു ഫെഡറേഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിന് ഒരു സോഫ്റ്റ് ബജറ്റ് കൺസ്ട്രെയിന്റും അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള പ്രോവിൻസസിന് ഹാർഡ് ബജറ്റ് കൺസ്ട്രെയിന്റും വന്നേ പറ്റൂ. അങ്ങനെ അല്ലെങ്കിൽ ആ ഫെഡറേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. it will die off. It will not exist for many long years. Kerala, let me complete. അപ്പോ സംസ്ഥാനങ്ങള് ഇപ്പൊ പല കാര്യങ്ങളും എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ബോറോ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കേരളം ഇപ്പൊ ബോറോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ that is not going to solve the problems of Kerala. That is not I don't think that is the way forward. ഗവൺമെന്റ് ഫെയിലിയർ എന്നൊരു കൺസെപ്റ്റ് എക്കണോമിക്സിലുണ്ട്. ഗവൺമെന്റുകൾ പലപ്പോഴും പല മേഖലയിലും പരാജയപ്പെടും, മാർക്കറ്റുകളും പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുള്ള പരിഹാരം ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ കേരളത്തിൽ എനിക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വി നീഡ് ടു റീഡിഫൈൻ ദ റോൾ ഓഫ് ദ ഗവൺമെന്റ്. അതർവൈസ് വി ആർ നോട്ട് ഗോയിങ് ടു സോൾവ് ദ പ്രോബ്ലംസ് ബൈ കമ്പയറിംഗ് അവർ സ്റ്റേറ്റ് വിത്ത് ദ യൂണിയൻ ഗവൺമെന്റ്, സെയിങ് ദാറ്റ് they are borrowing more. Why can't they allow us to borrow more? It is not possible. We are not a country. അപ്പോ
So I don't think that kind of arguments will not stand reason. The test എനിക്ക് Okay, തോന്നുന്നു. I must respond to it because ഇമ്മാനുവൽ പറയുന്നത് ഇക്കണോമിക്സിന്റെ ഭാഷ ശരിയായിരിക്കും, പക്ഷെ ഭരണഘടനയിൽ അങ്ങനെ ഇല്ല. ഇമ്മാനുവൽ ഭരണഘടനയിൽ അങ്ങനെ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള അധികാരം കൊടുക്കുകയും ഈവൻ പെർമിഷൻ ടു ബോറോ ആർട്ടിക്കിൾ 293 വാട്ട് ഡസ് ഇറ്റ് മീൻ? 292 സെൻട്രൽ ഗവൺമെന്റ് ബോറോ ചെയ്യാനുള്ള അധികാരമാണ്. 293 സംസ്ഥാനത്തിന് ബോറോ ചെയ്യാനുള്ള അധികാരമാണ്. 293 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ടു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ആസ് എ ക്രെഡിറ്റർ ദേ ഹാവ്, അത്രേ ഉള്ളൂ. അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസേബിൾ ചെയ്യുന്നതല്ല. അങ്ങനെ ഇല്ല. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് അനുവാദം വേണ്ട, ഭരണഘടനാപരമായ ആവശ്യമില്ല, ഭരണഘടനയിലില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ലോൺ എപ്പോഴും ഇപ്പൊ കേരളത്തിനുണ്ട്, അതുകൊണ്ട് കേരളത്തിന് ആ ആർട്ടിക്കിൾ ആപ്ലിക്കബിൾ ആവും ഓട്ടോമാറ്റിക്കലി. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, അത് ഈ സ്ട്രെച്ചിങ് നമ്മുടെ കേസ് അതാണ് കേരളത്തിന്റെ. ഇനി രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FRBM, അവർക്ക് FRBM ആപ്ലിക്കബിൾ അല്ലേ, ഈ പറയുന്ന FRBM. ഇനി അതുപോലെ തന്നെ my position is അവരും നമ്മളും അല്ല. This is one country and we അങ്ങനല്ല. The evolution of the Indian Federation. Yes, the evolution of the Indian Federation. അത് എവിടുന്നാ വരണേ? Take the history of the evolution of the Indian Federation. ഇത് ഒന്നും ഇല്ലാത്ത ഒരു ആർഗ്യുമെന്റ് ആണ് ഇമ്മാനുവൽ പറയുന്നത്. ഇമ്മാനുവൽ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റ്സിന്റെ യൂണിയൻ ആണ്. ആ സ്റ്റേറ്റ്സിന് വളരെ ദുർബലമായിട്ടുള്ള സാമന്തന്മാരുടെ അധികാരമാണ് എന്ന് പറയുന്നതിന് ഭരണഘടനാപരമായ സാധുതയില്ല. നിങ്ങൾക്ക് ഇക്കണോമിക്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഭരണഘടനാപരമായ സാധുതയില്ല. അത് എത്ര വേണമെങ്കിലും ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ആ ഭരണഘടനാ പൊസിഷൻസിനെ കുറിച്ച്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മുതൽ ഇങ്ങേറ്റം ഇപ്പൊ വന്നിട്ടുള്ള സംഗതികൾ വരെ പറയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, കോണ്ടംപ്റ്റംസ് ഓഫ് ഭരണപരിഷ്കാരങ്ങൾ, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ടു റൈറ്റ് നൗ, എപ്പോ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ആയിരിക്കാം, പക്ഷെ അങ്ങനെ ഇല്ല. അവിടെ നമുക്കൊരു എഗ്രി ടു ഡിസഗ്രി പോളിസി എടുക്കാം. അതാണല്ലോ നമ്മുടെ അതാ പറഞ്ഞ എഗ്രി ടു ഡിസഗ്രി, അത് രണ്ടുപേരും തമ്മിൽ അതാണല്ലോ നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള. നന്ദുവിനും ഒരു ഡിസഗ്രിമെന്റ് പറയാം, വരട്ടെ. കോൺസ്റ്റിറ്റ്യൂഷണലി പ്രശ്നമില്ലാന്ന് ഗോകുമാർ സാർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ, ഇമാനുവൽ സാർ പറഞ്ഞത് എക്കണോമിക് സെൻസിൽ ഭയങ്കര കറക്റ്റ് ആയിട്ടും എക്സാക്ട് ആയിട്ടുള്ള പോയിന്റാണ്. ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഡിമോണിറ്റൈസേഷൻ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ അല്ലെ ഇന്ത്യൻ യൂണിയൻ സിസ്റ്റത്തിന്റെ അകത്ത് ഡിമോണിറ്റൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷണലി തെറ്റായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്തൊരു തെറ്റുമില്ലായിരുന്നു, പക്ഷെ അത് എത്തിക്കലി കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് കുറെ ലീഗലിന്റെ പുറത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെയാണ് ഈ പ്രോബ്ലങ്ങളെ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. വെറും കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ തെറ്റല്ല എന്നുകൊണ്ട് തെറ്റല്ലാണ്ടാവുന്നില്ല. GST കോൺസ്റ്റിറ്റ്യൂഷണലി തെറ്റല്ല, ഫ്രെയിംവർക്കിൽ തെറ്റല്ല. നമ്മൾ ഒരാൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇറ്റ് ഹാസ് ഇംപ്ലിക്കേഷൻസ് അതർ ദാൻ ലീഗാലിറ്റി. എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതിലല്ലാതെ എക്കണോമിക് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സിമ്പിൾ ഫെഡറൽ യൂണിയൻ സ്ട്രക്ചർ പറഞ്ഞത് ഞാൻ ഇവിടെ ഒരാളായിട്ട് ഡിബേറ്റ് ചെയ്തിരുന്നു, ലൈക്ക് ഒരു പ്രൊഫസറായിട്ട് ഡിബേറ്റ് ചെയ്തിരുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കേന്ദ്രം ഇങ്ങനെയാണ് ഞങ്ങളോട് ചെയ്യുന്നത്. ഞാൻ ഒരു ഗവൺമെന്റ് സപ്പോർട്ടറോ എതിർക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ രാഷ്ട്രീയം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കുട്ടി തന്നെയാണ്, അല്ലാണ്ട് ആ രാഷ്ട്രീയവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുമല്ല. തീർച്ചയായിട്ടും ആ ഒരു സെൻസിൽ തന്നെ പറയാം. എന്റെ പ്രൊഫസർ ബ്രസീലുകാരനാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് സംസാരിച്ചു, പുള്ളി പറഞ്ഞു ബ്രസീൽ ഓൾസോ ഹാസ് എ സെയിം സ്ട്രക്ചർ മാൻ. ബ്രസീലിന് ഈ പറഞ്ഞ യൂണിയൻ ഫെഡറൽ സ്ട്രക്ചർ തന്നെയാണ്, അവിടെ ഈ മെക്കാനിസം തന്നെയാണ് റൺ ചെയ്യുന്നത്. ഇറ്റ് ഡസൻ മീൻ ഡോമറിന്റെ ഇക്വേഷനിൽ ആർക്കും വിശ്വസിക്കേണ്ട, ബട്ട് ഡസൻ മീൻ ദാറ്റ് ട്രാൻസ്പെറൻസി ഓർ അക്കൗണ്ടബിലിറ്റി is not under check. It should be under check. That's the only point I would say. Transparency and accountability was really out of the page, out of the box when comes off budget borrowing, off budget accounting, all those things. So there is some transparency and accountability that has to be really under check. Otherwise the existence is under very much into crisis. That's what I would say. അപ്പൊ നമുക്ക് ഇന്ന് ഒറ്റ പോയിന്റ്, അതായത് ഞാനൊരു ഗവൺമെന്റിനെ പറ്റിയല്ല പറയുന്നത് കേട്ടോ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രക്ചർ. മൈ ഡിഫറൻസ് ഈസ് പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് നന്ദു പറഞ്ഞതിനോടും യോജിപ്പുണ്ട്. നന്ദു പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അങ്ങനെ ഇരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഇരിക്കും എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രശ്നം. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ ഇരിക്കും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നതാണ് പ്രശ്നം. ആ പൊളിറ്റിക്സിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ല,
അല്ലല്ല, താങ്കൾ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടല്ല ഇത് നോക്കണം. നന്ദു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇടയിൽ There also, That's not a point point. is അങ്ങനെ that ഒരു point ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറത്ത് ഇതിന് കളിയില്ല. Constitution is sacrosanct, no doubt about it. But Constitution can be amended also if there are problems. Definitely, that amended in many ways, as 370 has amended as well. അപ്പൊ ഞാൻ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് എക്കണോമിക്സിലെ പബ്ലിക് ഫിനാൻസിലെ ഒരു ഐഡിയ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. വൈ സോഫ്റ്റ് ബജറ്റ് കൺസ്ട്രെയിന്റ് ആൻഡ് ഹാർഡ് ബജറ്റ് കൺസ്ട്രെയിൻസ് ആർ ഇമ്പോർട്ടന്റ്. അത് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അത് അപ്പൊ നമ്മള് ഇനി പതുക്കെ അത് ഇക്കണോമിക്സ് അത് പൊളിറ്റിക്സിലോട്ടും സോഷ്യലിലോട്ടും പോകുമ്പോൾ നമുക്ക് അവിടെ ആ പോയിന്റിൽ നിർത്താം. ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ഒരു ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ 9:30 നിർത്താം എന്നുള്ളതായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ബട്ട് ഓൺലി ക്വസ്റ്റ്യൻ. ഓക്കെ, അഭിപ്രായം പറയുന്നത് ഇവിടെ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കണം ആർക്കെങ്കിലും. ലാസ്റ്റ് വൺ. Yeah, one question here. I'm Johnson from Mumbai, basically from Thrissur. പ്രവാസി എന്ന് വിളിക്കാം. ഞാൻ ഇതിന് മുൻപ് തന്നെ ഒരു ജെന്റിൽമാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തൃശ്ശൂരിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ നമ്മുടെ പിള്ളേര് നമ്മൾക്ക് കേരളത്തിൽ നിന്ന് പുറത്തു പോവാനായിട്ട് അത് പോകുന്ന അതിനെ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, എന്താണ് നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മള് ആൾക്കാർ നമ്മൾ അസറ്റ് പുറത്തു പോകുന്നത് നമ്മൾ മുൻപ് തന്നെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. റിയലി കറക്റ്റ് തന്നെയാണ്. അത് അസറ്റ് ആണ്. അസറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അസറ്റിന് നമുക്ക് പറയാനതിന് പറ്റില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഈ നമ്മുടെ പിള്ളേർ പുറത്തു പോകുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ അവർക്ക് ജോലി കൊടുക്കാവുന്ന സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് കൊണ്ടാക്കി കൊണ്ടുവരാം. നമ്മുടെ പിള്ളേരുകൾ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ പോയി ബോംബെയിലൊക്കെ പോയി പണിയെടുക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിലേക്ക് നമുക്ക് പറ്റുന്നില്ല? അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. Who is taking the question? I can take. Nandu. Yes, Okay, yes. ഞാൻ എഡ്യൂക്കേഷന്റെ പോയിന്റിൽ മാത്രം പറയാം. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ടു മീ ആസ് ആൻ ഇൻഡിവിജ്വൽ. അറ്റ് ദ സെയിം ടൈം ദാറ്റ് വാട്ട് ഐ വുഡ് മോർ പ്രാക്ടിക്കലി അണ്ടർസ്റ്റാൻഡ്. എഡ്യൂക്കേഷനിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി ക്രിട്ടിക്കൽ അറ്റ് ദിസ് ജംഗ്ഷൻ. കാരണം ഇതിനകത്ത് ഏത് നറേറ്റീവ് ചിന്തിച്ചാലും അതിനൊറ്റ സൊല്യൂഷൻ എഡ്യൂക്കേഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, എല്ലാവരും കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. They started having campuses in Abu Dhabi, which is not meant to be a educationally strong setting. അപ്പം അബുദാബി പോലത്തെ ഒരു ഇക്കോണമിക്ക് എഡ്യൂക്കേഷനിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ ഇത്രയും പറ്റുന്ന കേരള ഇക്കോണമിക്ക് വൈ നോട്ട്? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോഴത്തെ അബുദാബി ക്യാമ്പസിലെ പ്രൊഫസർമാരെ നോക്കിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്കണോമിക് ഹിസ്റ്റോറിയൻ ഇൻ ദ വേൾഡ്, ആലൻ, ഹീസ് വർക്കിംഗ് there. So in Kerala has that potential. Kerala had that potential because പ്രഭാത് പട്നായിക് പോലത്തെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് ബോർഡ് നമ്മുടെ കേരളത്തിൻ്റെതാണ്. സോ ഡസ് റിയലി മീൻ ദാറ്റ് കേരള ഹാസ് ടു ഡു എ ക്രിട്ടിക്കൽ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ദ എഡ്യൂക്കേഷൻ സെൻസ്, particularly in education investment, to allowing a bit of private investment. That's what I would say more practically. That has both expenditure minimization technique as well as revenue mobilization technique. കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എഡ്യൂക്കേഷനിലാണെങ്കിലും വേറെ എന്തിലാണെങ്കിലും വരണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികമായിട്ട് വേണ്ടത് ഒന്ന്, കേരളം ഇന്ത്യയുടെ 1.2% ഏരിയയും 2.8% ജനസംഖ്യയും ഉള്ളതും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കോസ്റ്റൽ ഏരിയയുടെ ഏതാണ്ട് 20% കോസ്റ്റൽ ഏരിയ ഉള്ളതുമായ വളരെയധികം ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തായിട്ട് ഇതൊന്നും വരാൻ പോണില്ല. അത് സ്പ്രെഡായിട്ടേ വരാൻ കഴിയുള്ളൂ, ഹോറിസോണ്ടൽ ആയിട്ടേ വരുള്ളൂ. അല്ലാതെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് ആയിട്ട് ഇതൊന്നും വരില്ല. ആ ഹോറിസോണ്ടലായിട്ട് സ്പ്രെഡ് വരണമെങ്കിൽ ദ കണക്ടിവിറ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾ കൈൻഡ്സ് ഓഫ് കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ്. അതിന് കേരളത്തിന് ഇപ്പൊ പണം മുടക്കാൻ പറ്റണം. അതിന്റെ മണ്ടയ്ക്ക് ഫിസിക്കൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള നടപടികൾ കൊണ്ടൊക്കെ വെച്ചാൽ കേരളത്തിന്റെ മുന്നോട്ടുള്ള ഗ്രോത്ത് പാത്ത് തടയുക എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുക. നമുക്ക് ആ പോയിന്റിൽ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. വേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അത് ഓഫ് ദി ഷെൽഫ് എടുക്കാം. പ്രൊഫസർ ഇമാനുവൽ എന്ന് പറയാം. യെസ് പ്ലീസ്. ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് 2-3 കമന്റ്സ് ചോദ്യങ്ങളും വന്ന കാരണം ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പോ അവർക്ക് ഇവിടെ ഭാവിയിൽ ജോലി ചെയ്യാനും ഇവിടെ അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാനുമുള്ള ഒരു സാധ്യത ഇല്ല എന്ന് കണ്ടുകൊണ്ട് അവര് ഇവിടെ പഠിക്കുന്നതിന് പകരം വിദേശത്ത് പോയി പഠിച്ച് ആ സമയം കൊണ്ട് അവര് എന്താ പറയുന്നത് acculturize and they get acquainted with the society to which they are planning to migrate. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിദ്യാഭ്യാസത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റില്ല.
one maybe that is only one of the aspects. ബാക്കി ഒരുപാട് മേഖലകളിൽ നമുക്ക് ഇത് ഹോളിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നമാണ്. മീൻ നമുക്ക് കണ്ടേ പറ്റൂ. വിദ്യാഭ്യാസ മേഖലയിലെ മാത്രം പ്രശ്നമല്ല. സ്റ്റാർട്ടിങ് ഫ്രം ലോ ആൻഡ് ഓർഡർ ടു, ഞാൻ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ച ഈവൻ ഇതിന്റെ ഇൻഡിക്കേഷൻസ് ആണ് റോഡിലെ ട്രാഫിക് പോലും. അപ്പൊ നമുക്കൊക്കെ പറയാം UP-ലെ പ്രശ്നമുണ്ട്, ബാംഗ്ലൂർ പ്രശ്നമുണ്ട്, ബോംബെയിൽ പ്രശ്നമുണ്ട്. എപ്പോഴും നമ്മൾ മലയാളികളുടെ ആർഗ്യുമെന്റ് എപ്പോഴും അങ്ങനെയാണ് പോണത്. നമ്മൾ ഒരു പ്രശ്നം പറയുമ്പോൾ വേറെ ഒരു സംസ്ഥാനത്ത് നമ്മളെക്കാളും മെച്ചപ്പെട്ട ഒരു സംസ്ഥാനവും മോശം സംസ്ഥാനവും ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ആ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മുന്നോട്ട് പോവുകയാണ്. അതിന് പകരം നമ്മളുടെ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സമീപനം എന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നോ അന്ന് മാത്രമേ കേരളത്തിലെ കുട്ടികൾ നിന്നു തുടങ്ങുള്ളൂ. സോ ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഇങ്ങനെ കേരളത്തിൽ നിന്ന് കുട്ടികളെല്ലാം പോവാണെന്നുള്ള നെറേറ്റീവ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ എത്ര കുട്ടികളുണ്ട്, എത്ര പേരെ മൈഗ്രേറ്റ് ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ ഇതിന് ഒരു 15 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. എന്താണ് സ്റ്റാറ്റിക്സ് എനിക്കറിയില്ല, ഇമ്മാനുവലിനും ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. വാട്ട് ഈസ് സ്റ്റാറ്റിക്സ്? എന്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കേരളത്തില് ലോ ആൻഡ് ഓർഡർ ആൾസോ യു ക്യാൻ ടേക്ക് ദ ഡേറ്റ ഉണ്ടല്ലോ, ക്രൈം റേറ്റ് ഉണ്ട്. കേരളത്തിൽ ഏത് ഇൻഡിക്കേറ്റർ ആണ് കേരളത്തിനകത്ത് ഇത്? കേരളത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യമുണ്ടെന്ന്. പക്ഷെ that doesn't mean that this kind of narratives, ഈ നരേറ്റീവ് ആണ് കേരളത്തിലെ പ്രൊപ്പഗൻഡ മെഷീനറികളായിട്ടുള്ള പത്രങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ സാധനം ശരിയല്ല എന്ന് എന്റെ അഭിപ്രായം. കാരണം ഞാൻ ചോദിക്കുന്ന ഇതാണ്, കേരളത്തിനകത്ത് ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സംഗതി എന്തൊക്കെയായിരിക്കണം? ക്രമസമാധാനം, 2 ആരോഗ്യ പരിപാലനം, 2 ഒരു കെയർ ഇക്കോണമി. നമുക്ക് പരിമിതിയുണ്ട്, പക്ഷെ അത് കേരളത്തിനകത്ത് ഇത് രക്ഷപ്പെടണമെങ്കിൽ കേരളം ഇതിനകത്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതല്ല. കേരളത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നതാണ് ശരി. അതല്ലാതെ കേരളം മെച്ചമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കേരളം ഏറ്റവും മോശമാണെന്ന നെറേറ്റീവ് വളരെ ബോധപൂർവ്വം ബിൽഡ് ചെയ്യുന്നത് കൊണ്ടാണത് പറയുന്നത്. ഓക്കെ, നമുക്ക് അവിടെ അവസാനിപ്പിക്കാം ആ പോയിന്റിൽ. എല്ലാ സ്പീക്കേഴ്സിനും നന്ദി. നമ്മളുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് നന്ദി പറയാൻ വിനോദ് ആരാണ് പറയുന്നത്? ജോബി എത്തിയിട്ടുണ്ടോ? വിനോദ് സ്വാഗതം പറഞ്ഞു. ജോബി നന്ദി പറയോ? ഓക്കെ പ്ലീസ്. എന്തായാലും ഇന്നത്തെ ഞാൻ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കും. ഇന്നത്തെ ഈ നമ്മുടെ ബഹുമതിന്റെ വെബിനാറിൽ പങ്കെടുത്ത 3 പാനലിസ്റ്റുകൾ വളരെ ഗംഭീരമായിട്ട് അവരുടെ വാദങ്ങൾ അവതരിപ്പിച്ചു. പുതിയ ഒരുപാട് ഇൻസൈറ്റ്സ് തന്നു. 3 പേർക്കും ഒറ്റ വാക്കിൽ നന്ദി. പിന്നെ ഈ പ്രോഗ്രാം മനോഹരമായിട്ട് മോഡറേറ്റ് ചെയ്ത സതീഷിനും ഇതിനെ വളരെ ലൈവാക്കി റെസ്പോൺസസ് കൊണ്ടും മറ്റും സാന്നിധ്യം കൊണ്ടും ലൈവാക്കിയ മുഴുവൻ സുഹൃത്തുക്കൾക്കും നന്ദി. ലൈവ് റിമൂവ് ചെയ്തില്ലേ? ഓക്കെ, പ്ലീസ്. താങ്ക് യു.